بسم الله الرحمن الرحيم وإذا حييتم بتحية فحيوا بأحسن منها أو ردوها صدق الله العلي العظيم. നമ്മളെ മുതഅല്ലിമീങ്ങളുടെ ഇവിടെ സിദ്ദീഖിയ ദർസിലെ മുതഅല്ലിമീങ്ങൾ ഒരുപാട് നല്ല മുഅ്മിനീങ്ങളുണ്ട് ഇവിടെ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും വരുന്നവർ നിങ്ങളൊക്കെ നിങ്ങളെ മുഖം കാണൽ എനിക്കൊരു സന്തോഷമാണ്, ഒരു ബറക്കത്താണ്. കുറച്ച് മുന്നിക്ക് ഇരിക്കും, മുഖം കാണണമെങ്കിൽ മുന്നിക്ക് ഇരിക്കണം. മുതഅല്ലിമീങ്ങൾ ഇരിക്കും. മുമ്പ് ഞാൻ വന്നപ്പോഴുള്ള മാതിരിയല്ല, മുമ്പത്തേനേക്കാളും കണ്ണിന്റെ കാഴ്ച കുറവുണ്ട്. അതുകൊണ്ട് കുറച്ച് മുന്നിക്ക് വരും. അല്ലാഹു ആ ഉസ്താദ്മാരൊക്കെ മുന്നിക്ക് വരിക. അൽഹംദുലില്ലാഹ്. ഉസ്താദ്മാരൊക്കെ മുന്നിക്ക് വരിക. അള്ളാഹു അവരൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ജാഹ് ഉള്ളവരാക്കണേ അള്ളാഹ്. എല്ലാവരും മുന്നിക്ക് വരും. കുട്ടികളെ ചെറുപ്പക്കാരൊക്കെ കുറച്ച് മുന്നിക്കൊണ്ടിരുന്നാൽ വരി അല്ലാഹ്. അതന്നെ അൽഹംദുലില്ലാഹ്. മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബുലി സയ്യിദ് അലവി റളിയല്ലാഹ്. മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബുലി സയ്യിദ് അലവി റളിയല്ലാഹ്. എന്റെ ഉമ്മ ചെറുപ്പത്തിൽ പാടുന്ന കേട്ടിട്ട് ഞാൻ പഠിച്ചതാണ്. പക്ഷെ ഇപ്പൊ അത് മറന്നു പോയിരുന്നു. ഇന്നിപ്പോ ഓർമ്മയാക്കി തന്നത് ആയിരിക്കുന്ന ആളാണ്. എന്റെ നാട്ടുകാരനാണ്. എന്റെ ഉപ്പാന്റെ എന്റെ വാപ്പാന്റെ അമ്മാവന്റെ മകനും കൂടിയാണ്. മൂപ്പരും ഞാനും കൂടി ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് മൂപ്പരാണ് ഓർമ്മയാക്കി തന്നത്. ഒരുപാട് പാട്ട് മനപ്പാടുള്ള ആളാണ്. ബാവ തയ്യിൽ തറയിൽ എന്നവരെ വീട്ടുപേര്. അവരെ ബാപ്പ കമ്മുകാക്ക എന്നവർ എന്റെ വാപ്പാന്റെ അമ്മോനാണ്. അവരെ വാപ്പയും ഉമ്മയും അതുപോലെ നമ്മളെല്ലാരെ വാപ്പമാരെയും ഉമ്മമാരെയും അള്ളാഹുവെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. ഉസ്താദിന്റെ അളാമാന്റെ വർത്താനം ഇവിടെ പറഞ്ഞു. ഹാലത്ത് എന്ന് അറബിയിൽ പറയാം അല്ലേ? അളാമാക്ക് എന്താ പറയാ? ഉമ്മാന്റെ അനുസരിച്ച് അടുത്തേക്ക് ഹാല എന്നാ പറയാ. ഹാല അടുത്ത് മരിച്ചുപോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ അളാമാന്റെ മോൻ ഉസ്താദിന്റെ ഉമ്മാന്റെ അനുസത്തിന്റെ മോനായ ഓക്കെ അബ്ദുസ്സമദ് അഹ്സനി ഉസ്താദും ഞാനും കൂടി ഒരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. മരിച്ചുപോയ ചണ്ടപ്പുറായ പുകയൂര് സൈദലി ഫൈസിക്ക് വേണ്ടി അനുസ്മരിക്കുന്ന അവരെ ആണ്ടിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് അവര് പറഞ്ഞിരുന്നു, അബ്ദുസ്സമദ് അഹ്സനി ഉസ്താദ് പറഞ്ഞിരുന്നു എന്റെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണം എന്ന്. ലാസ്റ്റ് ദ്വായ മൂപ്പരനെ ദ്വാരുന്നത് ഹൈറായ അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാനും ദ്വാരുന്നിരുന്നു. അവർക്കേറ്റ ഹൈറായ അവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ട്. ഒരുപാട് രോഗം കൊണ്ട് കഷ്ടപ്പെട്ടു. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയാണ്. എങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തവർക്ക് ഒരുപാട് മുസീബത്തുകൾ കൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കും എന്ന് ആരാ പറഞ്ഞത്? ഏറ്റവും സത്യം പറയുന്ന അസ്സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവെ അവരൊക്കെ സഹിച്ച വേദനകളും രോഗങ്ങളും അവർക്ക് ആഖിറത്തിൽ ദർജകൾ വർദ്ധിക്കാൻ കാരണമായി ഖബൂലാക്കണേ റഹ്മാനേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഞാൻ ഉസ്താദിന്റെ പുസ്തകം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. റളിയല്ലാഹുവിനെ പറ്റി ഇതെല്ലാരും വാങ്ങണം. 550 ഉറുപ്പിയാണ് വില. ഞാൻ ചോദിച്ചു ഉസ്താദിനോട് എത്ര റുപ്യ ചെലവായി പുസ്തകം അടിക്കാൻ? 2 ലക്ഷം ഉറുപ്യ ചെലവായിട്ടുണ്ട്. ആവും. അതുകൊണ്ട് അത് അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. 2 ലക്ഷം ഉറുപ്യ ചെലവായിട്ട് ഇറക്കിയ പുസ്തകമാണ്. അതിൽ കണ്ടൊരു ചരിത്രം നേരത്തെ അറിയുന്നത് തന്നെയാണെങ്കിൽ ഒന്നുകൂടി കാണുമ്പോ നമുക്ക് വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്നാണല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളുടെ ഭർത്താവ് വഫാത്തായി. ആരോ വഫാത്തായി? നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഉമർ ബിൻ ഖത്താബ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? സ്വർഗത്തിൽ നിന്നെങ്കിലും കല്യാണം കഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്.
സ്വർഗത്തേക്ക് എത്തേണ്ട ദുനിയാവ് തന്നെ ഉണ്ട്. ഭാര്യനെയും ഭർത്താവിനെയും എല്ലാ ഭാര്യമാരെയും എല്ലാ ഭർത്താക്കന്മാരെയും എനിക്കും ഭാര്യ ഉണ്ട്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ. അപ്പൊ എന്തേ പറഞ്ഞത്? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മകളെ ഭർത്താവ് വഫാത്തായി. നമ്മളെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ മരുമകൻ. ഈ ലൈവ് ഉള്ളത് കൊണ്ട് പല സ്ഥലത്തും മലപ്പുറം ജില്ലയിൽ വരും പറയും എന്ത്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മരുമകൻ, അതായത് മകളെ ഭർത്താവ്. വല്ലാത്ത സങ്കടം ഉണ്ടാവുമല്ലോ. മരുമകൻ വഫാത്തായ സങ്കടം ചെയ്യാതിരിക്കോ? സങ്കടം ഉണ്ടാവും. അല്ലാഹുവേ, ഉസ്താദ് ഇപ്പൊ വലിയ സങ്കടത്തിനാണ്. ഉസ്താദിന്റെ മകളെ കുട്ടിക്ക് സുഖമില്ല. 2-2.5 വയസ്സുള്ള കുട്ടി, നല്ല റാഹത്തിൽ കളിച്ചിരുന്ന കുട്ടി സുബൈന്റെ നേരത്ത് എന്തായി? ഛർദിച്ച്. അതോടുകൂടി ഷോക്കടായി. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. സയ്യിദുനാ വഅനീസിഹി വഅനീസിഹി ഫിൽ ഗാരി സയ്യിദിനാ അബീ ബക്രിൽ മുഖദ്ദമി അവ്വലിൽ ഖുലഫാഇ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, സയ്യിദുനാ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, സയ്യിദുനാ അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ശിഫ നൽകണേ റഹ്മാനെ, റാഹത്താക്കണേ റഹ്മാനെ. ചെറിയ കുട്ടികൾ ഞമ്മക്കൊക്കെ ഉണ്ട്, എനിക്കുണ്ട് ചെറിയ പേരക്കുട്ടികൾ. എന്റെ മകൾക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങളെല്ലാരെ മക്കളെയും പേരമക്കളെയും മരുമക്കളെയും നല്ല റാഹത്തിലാക്കണേ റഹ്മാനെ. കൂടുതൽ ആഫിയത്ത് നിലനിർത്തണേ റഹ്മാനെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മോനായ മുത്തബിഉസ് സുന്നഹ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. എന്ത്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മകളെ ഭർത്താവ് വഫാത്തായി പോയി. എന്താ അവരുടെ പേര്? ഹുനൈസ് എന്നാണ് പേര്. എന്താ പേര്? അല്ലാഹ്, അവിടുത്തെ മുതല്ലിമീങ്ങളൊക്കെ നല്ല മറുപടി പറയുന്ന കുട്ടികളാണ്. അവർക്ക് നല്ല സമ്മാനം കൊടുക്കണം. ദുനിയാവിലെ സമ്മാനം മാത്രം പോരാ, സ്വർഗത്തൊന്നും സമ്മാനം കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സമ്മാനം കൊടുത്തിട്ടുണ്ട് അല്ലേ? എത്ര ആൾക്കാർ സമ്മാനം കൊടുത്തത് അല്ലേ? പുന്നാരത്തിരുനബി മരുമകൻ അലിയുടെ ഉന്നത പുന്നാരത്തിരുനബി മരുമകൻ അലിയാരെ ഉന്നത മടിത്തട്ടിലായി തന്റെ പാവന ശിരസും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലവൻ മറഞ്ഞങ്ങ് പോയി. ഖന്തഖ് യുദ്ധം നടന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബത്ത് വല്ലാതെ ഇടങ്ങേറായിട്ട് കിടങ്ങ് കീറി. എങ്ങനെ? JCB കൊണ്ട് കിടങ്ങ് കീറിയതല്ല. നമ്മളെ ഈ റോഡിലല്ല. ഏത് റോഡ്? ഈ മുഴങ്ങാണിയിൽ നിന്നിട്ട് പുന്നത്തലേക്ക് പടിഞ്ഞാട്ട് പോണ ഈ റോഡിനേക്കാൾ ഇതിന്റെ ഡബിൾ വീതിയുള്ള കിടങ്ങാണ് സ്വഹാബികൾ കീറിയത്. ഇതിന്റെ ഡബിൾ വീതിണ്ട്. നല്ല ആഴമുള്ള കിടങ്ങ്. അത് കീറിക്കഴിഞ്ഞ് അപ്പോഴേക്കും അലിയാരുടെ നിസ്കാരം അസർ നിസ്കാരം ഖളായിട്ടുണ്ട്. ഏത് കിതാബിലുള്ളത്? ഇത് ഫതുഹുൽ ബാരിയിലുണ്ട് സംഭവം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട് ഇത് സ്വഹീഹായ സംഭവമാണ്. എന്നിട്ടോ അലിയാര് കരയുകയാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അലിയാര് കരയുമ്പോ റസൂലുള്ള ചോദിച്ചു, അന്യ റസൂലുടൻ കാരണം ചോദിച്ച്, നിങ്ങൾക്കുള്ള വ്യാകുലമെന്തത്, എന്തിന് ദുഃഖിച്ച്? അലി അപ്പോൾ ഉന്നിടുന്നു, അസറിന് എന്നുടെ ഖളാ എന്ന്. പുന്നരത്തിരുനബി മരുമകൻ അലിയാരെ ഉന്നത മടിത്തട്ടിലായി തന്റെ പാവന ശിരസും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലവൻ മറഞ്ഞങ്ങ് പോയി. എന്താ വിഷയം എന്നറിയോ? കരയാൻ കാരണം എന്താ? കരയാൻ കാരണം എന്നറിയോ? സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. അപ്പൊ നിസ്കാരം ഖളായിട്ടുണ്ട്. അതാണ് കാരണം. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരുടെ മടിയിൽ തലവെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിയാണ്. ചെറിയ വിശ്രമം.
കൊയങ്ങനുണ്ട്, ക്ഷീണുണ്ട്. റസൂലുള്ളയും കീറാൻ, കിടങ്ങ് കീറാൻ ഒപ്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാക്ക് ക്ഷീണുണ്ട്. ക്ഷീണം മാറ്റാൻ ആരാ മടിയിലാ തല വെച്ചത്? ആരുടെ മടിയിലാ തല വെച്ചത്? അലിയാര മടിയിൽ അല്ലേ? കുട്ടികളൊക്കെ പറയും നിങ്ങൾ ആചാര്യ കുറച്ച് മുന്നിൽ ഇരുന്നാണ് ആ ടോർച്ച് പിടിച്ച ആചാര്യ. അൽഹംദുലില്ലാഹ് ഞാനിപ്പോഴും ടോർച്ചായിട്ട് നടക്കുന്ന ആളാണ്. മൂപ്പരും എന്റെ മാതിരി തന്നെ, നമ്മളെ പഴയ ആൾക്കാരെ മാതിരിയാണ്. എന്നാണ് മൂല്യന്മാരുടെ ഇസ്ലാമിന്റെ അടിത്തറ. അങ്ങനെയാണ്. ആ പഴയ സ്വാലിഹീങ്ങളോട് ഹൈറായ വിഷയത്തിൽ അവർ ചെയ്തതൊക്കെ ഹൈറാണ്, പിൻപറ്റാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ആരെ മടിയിലാ തല വെച്ചത്? അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ ഉറങ്ങുമ്പോ എന്തായി? അലിയാരെ കണ്ണിന്ന് കണ്ണീര് വന്നു. എന്താ? നിസ്കാരം ഖളായിട്ടുണ്ട്. സുബൈയല്ല, ഏത് അസർ ഖളായിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണരാണ്. ഉണരുമ്പോ ചോദിച്ചു, എന്തിനാ കരയുന്നത് അലിയേ? അപ്പൊ പറഞ്ഞു, എന്നോട് വിഷാദത്താൽ ഹൃദയം തിളക്കുന്നു അമ്പിയ ശിരോമണിയാരെ. അലിയാര് പറഞ്ഞു, നിസ്കാരം ഖളാ ആയതാണ് വിഷയം. എന്നാ പിന്നെ എന്നെ വിളിച്ചുണർത്തിക്കൂടായിരുന്നോ? അപ്പ പറഞ്ഞു, എങ്ങനെ വിളിച്ചുണർത്താനാണ്? പറ്റൂല നബി, അത് അദബുകേടാണ്. ഖിയാമിലിൽ അസീസി അലയ്യ ഫർളുൻ വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖ്ലു വഫഹ്മുൻ യറാ ഹാദൽ ജമാല വലാ യഖൂമു. അങ്ങനെ റസൂലുള്ളാഹി എന്ത് ചെയ്തു? സൂര്യനെ മടക്കി വിളിച്ചു. അല്ലേ? അൽ ബദറു ശുഖ, അതല്ലേ നമ്മളെ മൗലിദിൽ പറയുന്നത്? എന്ത്? അൽ ബദറു ശുഖ ബി അംരിഹി വശംസു ഇദ്. അങ്ങനെ ചൊല്ല്, അൽ ബദറു ശുഖ ബി അംരിഹി വശംസു ഇദ് ഖറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അയാൾ ഹിസ്ബിന്റെ ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു പഠിതാവാണ്. അല്ലാഹു തആല ഖബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം. അല്ലാഹു എല്ലാവരുടെ ഇൽമും ബറക്കത്തുൽ ഇൽമായി കൂടുതൽ സിയാദത്ത് നൽകണേ അല്ലാഹ്. പന്തേ പറഞ്ഞ റസൂലുള്ളാഹി സമ്മാനം കൊടുത്തു. റസൂലുള്ളാഹി വിളിച്ചു. ആരെ വിളിച്ചു? സൂര്യനെ വിളിച്ചു. സമ്മാനം അതാണ്. ഓരോരുത്തർക്ക് സമ്മാനം കൊടുത്തു. ഞമ്മക്കൊക്കെ സമ്മാനം കിട്ടണം. ഞാൻ പറഞ്ഞത് ഹുനൈസ് റളിയല്ലാഹു അൻഹു വഫാത്തായ ഹുനൈസ് ഇബ്നു ഹുദാഫ അസ്-സഹ്മി ജന്നത്തുൽ ബഖീലാണ് ഖബർ. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മരുമകന്റെ മകളെ ഭർത്താവിന്റെ ഖബർ എവിടെയാണ്? അൽ ബഖീഉൽ ഖർഖദിലാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ 6-ാം തീയതി പോവാണ് ഉംറക്ക്. ഉസ്താദ് അടുത്ത് പോകുന്നുണ്ട് എന്നോട് ഞാൻ നോട്ടീസ് കണ്ടു. ഞാൻ 6-ാം തീയതി പോവാണ്. എന്റെ കൂടെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും പോണം. എവിടേക്ക് പോണം? 10,000 സ്വഹാബത്ത് അന്തിയുറങ്ങുന്ന ജന്നത്തുൽ ബഖീൽ പോകണം. അവസാനം അവരെ കൂടെ തന്നെ അന്തി ഉറങ്ങണം. തൗഫീഖ് നൽകണേ അല്ലാഹ്. സയ്യിദുനാ ഖുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന് സങ്കടമായി. ഇദ്ദ കഴിഞ്ഞപ്പോൾ, വഫാത്തിന്റെ ഇദ്ദ എത്ര മോനെ? എത്ര കാലാണ്? എത്ര കാലം കഴിഞ്ഞിട്ടാണ്? ചെറിയ കുട്ടികൾ, അവരാ കിതാബിന് എത്തിയിട്ടില്ല. എത്ര മാസം ഉസ്താദേ? 4 അശ്ഹുരിൻ വഅശ്റ. ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു പോയാൽ ഖുർആൻ പറയുന്നു 4 അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ രണ്ടാമത്തെ പുതിയാപ്പള്ളിനെ കൊണ്ട് പങ്കെടുത്ത് അന്വേഷിക്കൽ തന്നെ അപ്പോഴേ പറ്റുള്ളൂ. എപ്പോഴേ പറ്റുള്ളൂ? 4 മാസവും 10 ദിവസവും കഴിയണം. അങ്ങനെ ആ സമയം കഴിഞ്ഞപ്പോ, 4 മാസം 10 ദിവസവും കഴിഞ്ഞപ്പോ ബദരീങ്ങളിൽപ്പെട്ട
ബഹുമാനപ്പെട്ട ഉസ്താദ് എഴുതി വെക്കുകയാണ്. ഏത് ഉസ്താദ് എന്നറിയും? PCH മുഹമ്മദ് കുട്ടി സഖാഫി ഉസ്താദ് എഴുതി വെക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരുമകനായ ബദരീങ്ങളിൽപ്പെട്ട ഹുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വഫാത്തായി. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഹഫ്സ ബീവിക്ക് ഒരു പുതിയാപ്പളിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു. നേരിട്ടാണ് ചോദിക്കുകയാണ്. നമ്മക്കാണ് ആവശ്യമുള്ള വിഷയത്തിന് ചോദിക്കണേ, മടിയൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ആയിട്ടില്ല, ഇപ്പോൾ ഒരു വിവാഹത്തിനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാന് എന്ന് ആര് പറഞ്ഞു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു. പിന്നെ ആരെ സമീപിച്ചു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നൊരു മൗനം പാലിച്ചു, മറുപടി കിട്ടിയില്ല. കണ്ടോ? മറുപടി കിട്ടിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹഫ്സ ബീവിന്റെ പുതിയാപ്പിളയായിട്ട് വരുന്നു. ലോകത്തെ ഏറ്റവും പുതിയാപ്പിളമാരുടെ കൂട്ടത്തിൽ ഹൈറായ പുതിയാപ്പിള, അതിനേക്കാളും ഹൈറായ ഒരു പുതിയാപ്പിള ദുനിയാവിൽ വന്നിട്ടില്ല. അവരെക്കാളും ആ മഹാനേക്കാളും ഹൈറായ ഒരു ബാപ്പാന്റെ മകനും വന്നിട്ടില്ല. അവരെക്കാളും ഹൈറായ ഒരു ഉമ്മാന്റെ മകനും വന്നിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മകൾക്ക് ഹഫ്സ ബീവിക്ക് അല്ലാഹ് നമുക്കൊക്കെ നല്ല പരിചയമുണ്ട് അല്ലേ? അഖ്സമ ബില്ലാഹി, ചെല്ലുമോനെ, അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമർ, പിന്നെ മാമസ്സഹാമിൻ അഖബിൻ വലദബർ. എല്ലാ കുട്ടികളും തഖ്വീമുൽ ലിസാനിന്റെ ലാസ്റ്റിലുണ്ട്. അതിന്റെ അർത്ഥം എന്താന്നുള്ളത് നമുക്ക് പിന്നെ പറഞ്ഞു നോക്കാം. ഏതായാലും അത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പറ്റി, അബൂ ഹഫ്സ ബീവിന്റെ വാപ്പാനെ പറ്റിയാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പറ്റിയാണ്. തഖ്വീമുൽ ലിസാൻ ഓതിക്കണം, നല്ലോണം ഓതാൻ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ഇനിയും തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്ര ഓതിയാലും തീരൂല അത്. അങ്ങനെ റസൂലുള്ള വരികയാണ്. ആർക്ക്? ഭർത്താവായിട്ട്, ഹഫ്സ ബീവിക്ക് ഭർത്താവായിട്ട്. അപ്പ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറയാണ്, എന്താ പറഞ്ഞത്? അന്ന് എന്നോട് നിങ്ങൾ അന്വേഷിച്ചപ്പോ ഞാൻ മൗനം പാലിച്ചില്ലേ? അതിന്റെ സംഗതി എന്താണെന്നറിയോ? എനിക്ക് ഹഫ്സയെ കെട്ടാൻ പൂതില്ലാഞ്ഞിട്ടല്ല. ഹഫ്സ അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ്, ബുദ്ധിമതിയായ പെണ്ണാണ്, സൗന്ദര്യമുള്ള പെണ്ണാണ്. നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തരട്ടേന്ന് ആ സുന്ദരിയായ സുമുഖിയായ സൽസ്വഭാവിയായ ഖുർആനിൽ നല്ല ഇൽമുള്ള ഒരു പെണ്ണിന്റെ വാപ്പ എന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാവൂലേ? അല്ലാഹ്, ആരാ തയ്യാറാകാതിരിക്കത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കല്ലേ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളന്ന് സുക്കൂത്തായത്. പിന്നെ കല്യാണം ഉറപ്പിച്ചതിന്റെ ശേഷം പറയാണ്, റസൂലുള്ള കല്യാണം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ പറയാണ്, സിദ്ദീഖ് എന്നോര് പറയാണ്, എനിക്ക് നിങ്ങളെ മോളെ കെട്ടാൻ പൂതില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ചില സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത്? അല്ലാഹുവിന്റെ റസൂല് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മകളെ കെട്ടാൻ ആഗ്രഹമുണ്ടെന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മളെ PCH ഉസ്താദിന്റെ പുസ്തകത്തിൽ പറയാണ്, അത് ആർക്കും കിട്ടാത്തൊരു സിഗ്നൽ. ആർക്കാ കിട്ടിയത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ് സിഗ്നൽ കിട്ടിയത്. എന്താ സംഭവം? കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉള്ളും പുറവും റസൂലുള്ള പറയാറുണ്ടായിരുന്നത് ആരോടാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തിനേക്കാൾ വലിയൊരു ഇഷ്ടം വേറെയില്ല. ഹബീബായ തങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ളതൊക്കെ അറിയുന്ന ഹബീബായ തങ്ങൾക്ക് വേണ്ടി രാവും പകലും ചെലവഴിച്ച് ഊണും ഉറക്കവും ഒഴിവാക്കിയ ബദറിന്റെ പടക്കളത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബദറിന്റെ പടക്കളത്തിൽ ബന്ദാറങ്കിരി നടുപ്പോർ കള്ളത്തിൽ കോട കളിത്ത് ബാറിലെ ബഹുക്കേമാച്ചൊടിയുടെ കടുവൈ പരിശോധി പോരു ശരദ
എന്താ കന്താല ചുടർ ഇസ്ലാമിൽ കടക്കും മുന്നം അവർക്ക് അബ്ദുൽ കഅബത്തിൻ സകലോർ ഇളവിളി ബദർ പടനാൾ എന്താ പുലിപുലദീനിൽ ഉറത്ത നാളിൽ മറിത്ത് അബ്ദു റഹ്മാനിൻ സകലോർ ഇളവിളി ബദർ പടനാൾ ആയോറിന്ദിനമില തുരകം പടക്കളത്തിൽ പറക്കുമൊൽപ്പിൽ ആനന്ദ ചുമടടി അതിപൻ തകൃതികൾ അതിവിധമേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ രംഗാണത്, പറയാൻ നേരമില്ല. അതിപ്പോ ഓരോന്ന് അർത്ഥം പറഞ്ഞിട്ട് മോയിൻകുട്ടി വൈദ്യരെ ബദർ പടപ്പാട്ടിന്റെ വരികളാണ്. അത് അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് വേണം. ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് റസൂലുള്ളാഹിനെ കാക്കുന്ന പണി ഹാരിസ് എന്നതിന് പറയാം. ഹാരിസ് എന്ന് പറയാം. ഹിറാസത്തിന്റെ ആള്, കാവൽ നിൽക്കുന്ന ആള്, റസൂലുള്ളാഹിക്ക് കാവൽ നിൽക്കുന്ന ആള്. ആ പണി ആരാ ഏറ്റെടുത്തത്? അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത സമ്മാനമാണ്. നമ്മളെ മൗലിദിൽ നമ്മൾ കേട്ടില്ലേ, മുറു അബൂബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ് ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. ഈ മൗലിദിന്റെ കിതാബ് ഉണ്ടാക്കിയ ഉസ്താദ് പറയാണ്, ഹദീസ് ഉദ്ധരിക്കുകയാണ്. പൊന്നാനി കച്ചിൽ മാനകം അവറാൻകുട്ടി മുസ്ലിയാരകത്ത് കുഞ്ഞാവ മുസ്ലിയാർ വലിയ ആലിമീങ്ങളാണ്. അവരെ ബറക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ ഞങ്ങളെയും അവരെയും സിദ്ദീഖ് തങ്ങളെ കൂടെ ചേർക്കണേ അല്ലാഹ്. ആ റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ വന്ന ആളാണ്, നമ്മളെ നാട്ടിൽ വന്ന ആളാണ്. എവിടെ? കേരളത്തിൽ വന്ന ആളാണ്. ആര്? ബഹുമാനപ്പെട്ട മമ്പുറം ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മമ്പുറമി തങ്ങള്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ടവര് വഫാത്തായിട്ട് 186 കൊല്ലായി. ഞാനെങ്കിലും പഠിച്ചോളി. എത്ര കൊല്ലായി? 156 86. അൽഹംദുലില്ലാ. മൂപ്പര് നല്ല ഉത്തരം പറയുന്നുണ്ട്. അൽഹംദുലില്ലാ. മുൻകർ എന്ന മലക്കിന്റെയും നക്കീർ എന്ന മലക്കിന്റെയും വേറെ ഏതൊക്കെ മലക്കുണ്ടോ അവർക്കൊക്കെ നല്ല മട്ടം പോലെ മറുപടി പറയാൻ. വേറെ മലക്കുണ്ട് പറഞ്ഞാൽ വേറെയും മലക്കുണ്ട്, രണ്ടാളും നിന്ന് നിൽക്കൂല. അവർക്ക് സിൽബന്തികളായിട്ട് വേറെയും പല മലക്കുകളുണ്ട്. അവർക്കൊക്കെ ഉള്ള മറുപടി കൊടുക്കാൻ സ്വർഗത്തിൽ ഖബറിൽ വെച്ച് നമുക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിങ്ങളെ പേരെന്താ? തങ്ങളല്ലേ? ഓയർമുത്ത് കോയ തങ്ങളാണ്. തങ്ങൾ തന്നെയാണ് ഓയർമുത്ത് കോയ തങ്ങൾ എന്ന ഉസ്താദുമാര് പറയാം. സയ്യിദലവി പേര് മട്ടുള്ള പേര് മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബുലി സയ്യിദ് അലവി റളിയല്ലാഹ്. പാട് മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബുലി സയ്യിദ് അലവി റളിയല്ലാഹ്. അമ്പൻ തൗഹീദിൽ മുഹ്തവർ ഹളർ മൗതുദീതവർ മലബാറണഞ്ഞവർ ഇസ്ലാമിൻ തേജസാണവർ. കശ്ഫ് കറാമത്തേറ്റിയേ ഖൈറായ ദീനെ പോറ്റിയേ മശൂറിൻ ശക്തി പാറ്റിയേ മജ്ദൂബൻ ഹോ റളിയല്ലാഹ്. മമ്പൂറപ്പൂ മൗലദവീലവാസിലെ ഇമ്പപ്പൂവ. പഴയ കാലത്തെ പാട്ടിലൊക്കെ ഒരു ബർക്കത്തുണ്ട്, ഒരു ബർക്കത്ത്, ഒരു ഖൈർ, ഒരു തഖ്വ. ഞാൻ പറഞ്ഞ ആളായിരിക്കുന്ന ആള് എൻ്റെ നാട്ടുകാരനാണ്, നല്ല പാട്ടുകാരനാണ്. സമയമില്ലാത്തോണ്ടാണ്. പക്ഷെ അതാ വേണമെങ്കിൽ രണ്ടുപേര് ലാസ്റ്റ് പാടിക്കോളും.
തമാശ പറയല്ല. ഈ ബദരീങ്ങളെ പാട്ട്, ഉഹദീങ്ങളെ പാട്ടൊക്കെ നല്ല റാഹത്തുള്ള പാട്ടുകൾ പാടാൻ നല്ല കഴിവുള്ള ആളാണ്. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ചും ബദരീങ്ങളെ പറ്റി പാടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ മൻ ഷാദ ബിനൽ ഈമാനി യാ മൻ ഹദമ ഹിമത്തുഗിയാനി യാ മൻ ഹദമ പൊളിച്ചു കളഞ്ഞ മഹാനവർകളെ ഹിമത്തുഗിയാൻ ശിർക്കിന്റെ കുഫറിന്റെ ദുർമാർഗത്തിന്റെ അന്ധകാരത്തിന്റെ കോട്ടകൊത്തലങ്ങളെ പൊളിച്ചിട്ട് നീക്കിക്കളഞ്ഞ അങ്ങനെയുള്ളതായ ആ തുഗയാനിന്റെ ഹിമകളെ കാവൽ കോട്ടകളെ മുഴുവനും നശിപ്പിച്ച മഹാനായ സയ്യിദ് അവർകളെ അതാരാണ്? മമ്പർത്ത പാപ്പയാണ്. ആരാണ്? മമ്പർത്ത പാപ്പയാണ്. സുഹൃത്തുക്കളെ, അവരാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. ഇന്നിപ്പോ ഒരാൾ എനിക്കൊരു മെസ്സേജ് വിട്ടു വന്നു, തങ്ങള് എന്ന് പറഞ്ഞാല് അത് കണ്ണൂരിലുള്ള ഒരു ഹിന്ദു കുടുംബാണത്രേ തങ്ങള്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഉണ്ടായിക്കോട്ടെ, ഞങ്ങനെ ഒരു ഹിന്ദു കുടുംബത്തിന് അങ്ങനെ പേരിട്ടിച്ചിട്ട് റസൂലുള്ളാഹിനെ പറ്റി തങ്ങൾ എന്ന് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പരമ്പരാഗതമായി ബഹുമാനിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ തങ്ങൾ എന്ന് വിളിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ ഖുർആനിൽ അല്ലാഹ് ഇറക്കിയതാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العلي العظيم. إنا أعطيناك ഓ നബിയെ, തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞിരിക്കുന്നു നബിയെ. അഅതൈനാക എന്താണ്? അഅത എന്ന ഫിഅൽ എന്താണ്? അത് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ അറബിയിൽ എന്താ പറയാ? ആ കുട്ടിയാണ് ആ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ആ കുട്ടിക്ക് അതൊക്കെ നല്ല മട്ടം പോലെ പഠിക്കാനും ഉറക്കാനും ഖൽബിൽ ഉറക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. പാസ്റ്റ് ടെൻസിന് അറബിയിൽ എന്താ പറയാ? ഫിഅൽ മാദിയാണ് അല്ലേ? നിങ്ങളെ പേരെന്താ? അള്ളാനെ പേടിച്ച് പള്ളി പോകാത്ത ചില ആൾക്കാരുണ്ട്. അതേമാതിരി ഉസ്താദിനെ പേടിച്ചിട്ട് ഉത്തരം മെല്ലെ പറയുന്ന ചില ആൾക്കാരുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉറക്കനെ ഉത്തരം പറയുന്ന ആൾക്കാരോടാണ്. അവരാണ് എനിക്ക് അങ്ങനത്തെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടം. എന്താ കുട്ടിക്ക് എന്തോ ഒരു പേരുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അസ്മാക സുമൻ മുബാറക. അല്ലാഹു തആല നല്ല ബറക്കത്തുള്ള പേര് ആ കുട്ടിക്ക് ഇട്ടിട്ട് പറയാൻ ഭയങ്കര മടി. ആസാറക അല്ലാഹു ബിഹി ഈസാറക. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹ് പറയാ ഇന്നാ അഅതൈനാക അൽ കൗസർ. തങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു നബിയെ. എന്ത് അൽ കൗസർ? എന്താ അൽ കൗസർ എന്ന് പറഞ്ഞാല്? ഇമാം റാസി തങ്ങൾ പല തഫ്സീറും പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മക്കള് പരമ്പര തങ്ങൾക്ക് നമ്മൾ തന്നിരിക്കുന്നു നബിയേ. അവിടുത്തെ മക്കളെ പരമ്പര മുറിയുകയില്ല നബിയേ. അതാര് പറഞ്ഞാലും ഖുർആന്റെ ആയത്തിനെതിരാ. ഏത്? റസൂലുള്ളാഹിന്റെ പരമ്പര മുറിഞ്ഞിട്ടുണ്ട്, നിലച്ചിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞാലും ഹദീസിലേക്ക് പോകേണ്ടതില്ല. മുതഅല്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഖുർആനിൽ തന്നെ ഉള്ളതാണ്. ഇന്നാ അഅതൈനാകൽ കൗസറ. ഇമാം ഫഖ്റുർ റാസി തങ്ങളുടെ തഫ്സീർ നോക്കാം. അവിടെ പറയുന്നുണ്ട്, ലോകത്ത് പ്രശസ്തരായ ഒരുപാട് റസൂലുള്ളാഹിന്റെ പേരമക്കളെ ഉദാഹരണം പറയുന്നു അവിടെ ഇമാം റാസി തങ്ങള്. കണ്ടങ്ങള്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പര ഖിയാമം നാള് വരെ ഉണ്ടാവുന്ന എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. അതിൽ നമ്മളെ കേരളത്തിൽ ഒരുപാട് തങ്ങന്മാര് വന്നിട്ടുണ്ട്. എല്ലാരും യമനിൽ നിന്നാ വന്നത്. ബുഖാരി സാദാത്യങ്ങൾ ഒഴികെ. ബുഖാരി എന്നുള്ളത് ഒരു കബീലന്റെ പേരാണ്. മനസ്സിലായി? കബീലാറിന്റെ മനസ്സിലായ തമീം ഉസ്താദ് എന്താ? അപ്പൊ പിന്നെ റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ പല കബീല ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉൽപ്പം എന്റെ തയ്യിൽ തറയിൽ എന്റെ ബാപ്പാന്റെ അമ്മാന്റെ വീട്ടുപേരാണ്. എന്റെ ജദ്ദത്തിന്റെ വീട്ടുപേരാണ്. വേറെ കുറെ ആൾക്കാരുണ്ട് തയ്യിൽ വല്യങ്ങാട്ട്. അത് ഈ ഉപ്പാപ്പാന്റെ ഒരു അഞ്ചൻ ഈ വല്യങ്ങാട്ട് പറമ്പിൽ പോയി താമസിച്ചപ്പോ തയ്യിൽ വല്യങ്ങാട്ടായി. ഒരു അഞ്ചം വലിയ പുലാക്കൽ പോയി താമസിച്ചപ്പോ തയ്യിൽ വലിയ പുലാക്കലായി. എല്ലാം തയ്യിലാസു. ഒക്കെ റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിയ ബുഖാരി ആയാലും ഇനി മൗലദ്ദവീലാണെങ്കിൽ മൗലദ്ദവീല എന്നുള്ളത് ഒരു കബീലയാണ്. ശിഹാബുദ്ദീൻ അതൊരു കബീലയാണ്. ശിഹാബുദ്ദീൻ
അങ്ങനത്തെ ഒരു കാരണത്തിനാൽ അതിങ്ങനെ അങ്ങനെ വകുപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ആ ശിഹാബുദ്ദീൻ കബീലയിൽ വന്നവരാണ് ആര്? ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ. പാണക്കാട് PMSA പൂക്കോയത്തങ്ങളെ മോനാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ പൂക്കോയത്തങ്ങളെ മക്കളാ. അവർ അഹ്ലു ബൈത്താണ്. അതേ സ്ഥാനമാണ് മൗലദ്ദബീല. ബഹുമാനപ്പെട്ട മമ്പർത്തപ്പാപ്പാന്റെ ചരിത്രം നോക്കിയാൽ അവരെ ബാപ്പ മൗലദ്ദബീലയാണ്, അവരെ ഉമ്മ ജിഫിരിയാണ്. സുഹൃത്തുക്കളെ, അവരെ ഉമ്മ ജിഫിരിയാണ്. ആ ഉമ്മാന്റെ ആങ്ങളമാര് രണ്ടാള്, മമ്പർത്തപ്പാപ്പാന്റെ ഉമ്മാന്റെ ആങ്ങളമാര് രണ്ടാള് ആദ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരെ ഉമ്മ ഏതാ കുടുംബം? ജിഫിരി കുടുംബാണ്. അപ്പൊ ഉമ്മാന്റെ ആങ്ങളാരേതാ? അതും ജിഫിരി കുടുംബം തന്നെ. അങ്ങനെയാണ് സുഹൃത്തുക്കളെ അവര് വന്നത്. എത്രാമത്തെ കൊല്ലത്തിലാണെന്നറിയോ? ബഹുമാനപ്പെട്ട മമ്പർത്തപ്പാപ്പാന്റെ ആദ്യത്തെ അമ്മാവൻ ഷെയ്ഖ് മുഹമ്മദുൽ ജിഫിരി, ഷെയ്ഖ് ജിഫിരി എന്ന് അറിയപ്പെടുക. ആ മുഹമ്മദുൽ ജിഫിരി തങ്ങൾ 20ാമത്തെ വയസ്സിൽ, ബഹുമാനപ്പെട്ട മമ്പർത്തപ്പാപ്പാന്റെ മൂത്ത അമ്മാവൻ 20ാമത്തെ വയസ്സിൽ കച്ചവട സംഘത്തോടൊപ്പം മലബാറിലേക്ക് വന്നു. എത്രാമത്തെ വയസ്സിൽ? 20ാമത്തെ വയസ്സിൽ. അപ്പൊ യാത്ര പോകണം. എത്ര പ്രയാസമുള്ള യാത്ര ആയിരിക്കും അന്നൊക്കെ എന്നറിയോ? ഇന്നിപ്പോ രാവിലെ 6 മണിക്ക് കൊച്ചിയിൽ നിന്ന് കപ്പലിൽ കയറിയാല് നാളെ രാവിലെ 6 മണിക്ക് എവിടെ എത്തും? ലക്ഷദ്വീപിലെത്തും. അങ്ങനെയാണ്. ഞാൻ പോയതുകൊണ്ടാ പറയുന്നത്, കേട്ട് പറയല്ല, അനുഭവജ്ഞാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയവരുടെ ഇവിടെ കപ്പൽ കയറിയോ? ആരുമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട മമ്പർത്തപ്പാപ്പാന്റെ മൂത്ത അമ്മാവനായ ഷെയ്ഖ് മുഹമ്മദുൽ ജിഫ്രി എന്നാണ് അവരെ ഫുൾ പേര്. അവരെത്രാമത്തെ വയസ്സിൽ വന്നു? 20ാമത്തെ വയസ്സിൽ വന്നു. സുഹൃത്തുക്കളെ, അവര് വലിയ ആലിമാണ്. 20ാമത്തെ വയസ്സായതിന് മുമ്പ് തന്നെ ഫത്വ കൊടുക്കാനുള്ള അധികാരം അവരെ ഉസ്താദുമാര് അവർക്ക് നൽകിയിട്ടുണ്ട്. 1000 ഹിജറയുടെ വർഷം 1159 കൊയിലാണ്ടിയിൽ കപ്പലിറങ്ങി. എത്ര കൊല്ലത്തിൽ? 1159. എന്തായി? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതല്ല. എന്തുണ്ടായത്? എല്ലാവർക്കും ഓർമ്മയുള്ളത് ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. ഇതെന്തേ ഉണ്ടായത്? മൂപ്പര തലവേദന തന്നെ. വേറെന്തുണ്ടാകാൻ? വേറൊന്നും ഉണ്ടായിട്ടില്ല. വേറെ പലതും ഉണ്ടായി. E=mc². അതാരാ? E=mc². ഒരു ശാസ്ത്രത്തിന്റെ വലിയൊരു ഭയങ്കരമായൊരു സൂത്രവാക്യാണ്. തമാശാക്കല്ല. സാലി അതിന്റെ ആളാരാ? ആ ശാസ്ത്രജ്ഞൻ, അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാ? E I. എങ്ങനെ? ഓട്ടെ, എറണോലും അറിയാത്തവരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് 1159 ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി, മുഹമ്മദുൽ ജിഫ്രി തങ്ങൾ വന്നത് കൊയിലാണ്ടിയിൽ വന്നത്. ഇപ്പൊ എത്രാമത്തെ കൊല്ല? ഇത് 1446 അപ്പൊ 287 കൊല്ലം മുമ്പ്. 287. ഇന്നത്തെ ഡേറ്റ് നോക്കിയാല് 287 കൊല്ലം മുമ്പ് വളരെ പ്രയാസപ്പെട്ട് കപ്പലിൽ വന്നു. ആര് വന്നു? ഷെയ്ഖ് ജിഫ്രി തങ്ങൾ വന്നു, മമ്പർത്തപ്പാപ്പാന്റെ അമ്മാവൻ. അന്നാരാ കോഴിക്കോട്ടെ ഭരണം നടത്തുകാരോ? ആരാ? സാമൂതിരിയാണ്. മഹാനായ മുഹമ്മദ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻമാരന്റെ കർത്താവായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബുണ്ട്, ഫത്ഹുൽ മുബീൻ. ഒരു ബൈത്ത് കിതാബ്. ഫത്ഹുൽ മുഈൻ അല്ല, ഫത്ഹുൽ മുബീൻ. അത് ബൈത്ത് കിതാബാണ്. ആ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ലിസാമിരില്ലദി യുഹിബ്ബുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന സാമൂതിരിക്ക് ഞാൻ ഈ ഗ്രന്ഥം സമർപ്പിക്കുന്നു. അങ്ങനെ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്ന സാമൂതിരിമാർ, ബഹുമാനപ്പെട്ട സാമൂതിരി രാജാവ് കുറ്റിച്ചിറ പരിസരം മുഴുവനും ആണ്ട് കൊടുത്തു. ആർക്ക് കൊടുത്തു? കോഴിക്കോട് വന്ന ആ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാക്ക്, എന്താ അവരെ പേര്? ഷെയ്ഖ് ജിഫ്രി തങ്ങൾക്ക് കുറ്റിച്ചിറ കൊടുത്തു. മാളിയേക്കൽ വീട് കൊടുത്തു. കല്ലായിന്റെ അടുത്തുള്ള ആനമാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ തെങ്ങും തോപ്പും കൊടുത്തു. കണ്ടോ?
തങ്ങന്മാർക്ക് അക്കാലത്ത് തന്നെ വലിയ പദവിയാണ്. അങ്ങനെ കേരളത്തിൽ ജീവിച്ച് റാഹത്തായിക്കൊണ്ടിരിക്കുന്ന അക്കാലത്തുള്ള വലിയൊരു ഒരു സൂഫി വര്യനായിരുന്നു സയ്യിദ് മുഹമ്മദ് ഹാമിദ് റളിയല്ലാഹു അൻഹു. അവരെ ത്വരീഖത്ത് സ്വീകരിച്ചു ബഹുമാനപ്പെട്ട ആ അമ്മാവൻ. സുഹൃത്തുക്കളെ, ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾ അവരെ ശിഷ്യന്മാരുണ്ട്. ആരുടെ? ഈ അമ്മാവന്റെ ശിഷ്യന്മാരുണ്ട്. അപ്പോ ഹദർമൗത്തിൽ നിന്ന് വന്നവരാണ് ഇന്ത്യ കേരളത്തിലുള്ള ഏറെക്കുറെ സാദാത്യങ്ങൾ. യമനിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഏത്? ഹദർമൗത്ത്. അവിടെ പോയാൽ ആരെങ്കിലും അവിടെ? എന്റെ നാട്ടിൽ ഒരുപാട് ആളുണ്ട്, ഞാനില്ല എന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? യമനിൽ പോയിട്ടില്ല, പോകാൻ അല്ലാഹു തൗഫീഖ് നൽകണേ. അല്ലാഹ്. റസൂലുള്ളാഹി പറയാണ്, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. യഥാർത്ഥ ഈമാനിന്റെ പ്രഭവ കേന്ദ്രം യമനാണ്. മമ്പർത്തപ്പാപ്പ വന്നത് യമനിൽ നിന്നാണ്. മമ്പർത്തപ്പാപ്പാന്റെ രണ്ട് അമ്മാവന്മാര്, ഒരാള് കോഴിക്കോട് കുറ്റിച്ചിറയിൽ, ഒരാള് എവിടെ? മമ്പറത്തുണ്ട്. അതാ പറഞ്ഞത്, മമ്പറത്ത് ഉണ്ട്. അവര് വന്നത് എവിടുന്ന? യമനിൽ നിന്ന് വന്നതാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാ പറഞ്ഞത്, അമ്പൻ തൗഹീദിൽ മൂത്തവർ ഹളർ മൗതു ദീതവർ ഇമ്മലബാർ അണഞ്ഞവർ ഇസ്ലാമിൻ തേജസ് ആണവർ. കശ്ഫ് കറാമത്തേറ്റിയേ ഖൈറായ ദീനെ പോറ്റിയേ മശൂറിൻ ശക്തി പാറ്റിയേ മജ്ദൂബൻഹു റളിയല്ലാഹ്. കേരളത്തിൽ ഒരുപാട് സാദാത്യങ്ങളുണ്ട്, ഒക്കെ യമനിന്ന് വന്നതാ. ആരൊഴികെ? ബുഖാരി സാദാത്യങ്ങൾ ഒഴികെ. യമനിലുള്ള ഹദർമൗത്തിലുള്ള ഒരു സ്ഥലമുണ്ട്, തരീം. അവിടെയാണ് ഇപ്പൊ വലിയ ഇൽമിന്റെ കേന്ദ്രം നടക്കുന്നത്. അവിടുത്തെ ഇപ്പത്തെ വലിയ ഉസ്താദ് ആരാ? എന്താ ഉപര പേര്? ആ ഉസ്താദാണ് എവിടെ പോയത്? ഉസ്ബെക്കിസ്ഥാനിലെ ഇമാം ബുഖാരി തങ്ങളെ ഖബറിലേക്ക് ബുഖാരി ഇമാമിന്റെ ആണ്ടിന് പടത്തിൽ ക്ഷണിച്ചു. രണ്ട് ആലിമീങ്ങളെയാണ് ക്ഷണിച്ചത്. ഒന്ന് ആരെയാണ്? ആ യമനിലുള്ള ഉസ്താദിനെ. പേര് രണ്ടാമത്, എനിക്ക് അവരുടെ പേര് ഓർമ്മയിൽ കിട്ടുന്നില്ല. രണ്ടാമത്തെ ഉസ്താദാണ് ഷെയ്ഖ് അബൂബക്കർ അഹ്മദ്. ഷെയ്ഖുനാ കാന്തപുരം ഉസ്താദ് ആഫിയത്തുള്ള, ബറക്കത്തുള്ള, ഹിമ്മത്തുള്ള, ഇസ്സത്തുള്ള, ദീർഘായുസ് കൊണ്ട് എല്ലാ ഉസ്താദുമാരെയും കാന്തപുരം ഉസ്താദിനെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇന്നും വലിയ ദർസ്, സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് നടക്കുന്ന സ്ഥലമാണ് യമനിലെ ഹദർമൗത്ത്. അവിടുന്ന് വന്നതാണ് ശിഹാബുദ്ദീൻ ഖബീല, ജിഫ്രി ഖബീല, ഐദറൂസി ഖബീല, ബാഫഖീഹ് ഖബീല. ബാഫഖീഹ് ജിദ്ദയിലെ, നിങ്ങൾ ജിദ്ദയിൽ പോയിട്ടില്ലേ? ജിദ്ദയിലെ വലിയ കോയിന്റെ കച്ചവടക്കാർ, ഭയങ്കര ഹോൾസെയിൽ കച്ചവടക്കാരാരാ? ബാഫഖീഹ്, സുലൈമാൻ ബാഫഖീഹ്. കോടിക്കണക്കിന് റിയാലിന്റെ വലിയ മൂല്യമുള്ള സുലൈമാൻ ബാഫഖീഹ്. അയാള് അദ്ദേഹത്തിന്റെ മക്കളെ കമ്പനിയാണത്. ഏത്? ശരിക്ക സുലൈമാൻ ബാഫഖീഹ്. ജിദ്ദയിൽ പോയാൽ ഇവിടെ ജിദ്ദയിൽ പോയിട്ട് കണ്ടുകണോ? കണ്ടാലും കണ്ടില്ലെങ്കിലും സംഗതി അങ്ങനെ ഉണ്ട്. അപ്പൊ അത് തങ്ങന്മാരാണ്. ബാഫഖീഹ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങള് മക്കത്താണ് അവരെ ഖബറുള്ളത്. ഖദീജ ബീവിന്റെ ചാരത്താണ്. കേരള മുസ്ലിങ്ങളുടെ കണ്ണിലുണ്ണിയായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങളെ ഖബറുള്ളത്. ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് എന്നാ ശരിക്കും പറയാം. മനസ്സിലായില്ലേ? لسيد الفقيه المقدم الشيخ محمد بن علي محمد بن علي بعلبينا. നമ്മൾ പറയുന്നത് മുഹമ്മദ് ബിൻ ആലി ബഅലബി. ചില ആൾക്കാർ നീട്ടാൻ പാടില്ല. ഔഷധ ജാത്തിയെ നീട്ടിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. സുഖമുള്ളവർ നീട്ടൂല എന്നാണ് നിഹായത്തുൽ ഖൗലിൽ മുഫീദ് എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞത്. അന്തല്ല മനുഷ്യന്മാർ അസുലിയായ മദ്ദിനെ നീട്ടാൻ പാടില്ല. ലാ
ലാ യൻഖുസുഹു വലാ യസീദുഹു അൻ ഹദ്ദിഹി എന്നാണ് പറഞ്ഞത്. തജ്വീദിന്റെ ഖുർആനിന്റെ നിയമങ്ങൾ പറയുന്ന ഒരു കിതാബാണ് നിഹായത്തുൽ ഖൗലിൽ മുഫീദ്. അതിൽ പറഞ്ഞിട്ടുണ്ട് അസ്ലിയായ മദ്ദിനെ ഒരലിഫിന്റെ ഖദറിനേക്കാളും നീട്ടാൻ പാടില്ല. അപ്പൊ മുഹമ്മദ് ഇബ്നു അലി ബഅലവി, സുഹൃത്തുക്കളെ, ആ ബഅലവി സാദാത്യങ്ങൾ കേരളത്തിലുണ്ട്. ജമലുല്ലൈൽ, ആലിബറാമി, മുസാവ, മഷ്ഹൂർ, മുഖൈബിൽ. എറണാകുളം ജില്ലയിൽ കുറെ മുഖൈബിൽ തങ്ങന്മാരുണ്ട്, സഖാഫ് തങ്ങന്മാര്, ഹദ്ദാദ് തങ്ങന്മാര്, ആലി ഹബ്ശി, മൗലദ് ദവീല, അങ്ങനെ പലതും. അതൊക്കെയും കേരളത്തിലുള്ളവരാണ്. തങ്ങന്മാരിറക്കിയ പുസ്തകത്തിൽ നിന്ന് മലയാളത്തിലുള്ള പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഒരു കൊന്നാര തങ്ങൾ ഇറക്കിയ പുസ്തകത്തിൽ ഉണ്ട്. തങ്ങന്മാരുടെ കുറെ ചരിത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരൻ തങ്ങള്, കൊന്നാര തങ്ങള്. ആ ഗ്രന്ഥത്തിൽ പറയുന്നു എന്തെന്നറിയോ? എല്ലാ കേരളത്തിലെ സാദാത്യങ്ങളും എവിടെ നിന്ന് വന്നവരാണ്? യമനിൽ നിന്ന് വന്നവരാണ്. മമ്പർത്തപ്പാപ്പ അവര് യമനിൽ നിന്ന് വന്നവരാണ്. ആദ്യം വന്നത് ആരാന്നറിയോ? അവര് രണ്ട് അമ്മാവന്മാരാണ്. ഒരമ്മവൻ എവിടെ ഉണ്ട്? മമ്പുറത്തുണ്ട്. കുറഞ്ഞ കാര്യം പറഞ്ഞാൽ നിർത്തും. ബഹുമാനപ്പെട്ട മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങളുടെ ഉമ്മയും ബാപ്പയും ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഹമീദ ബീവിയാണ് അവരെ പോറ്റി വളർത്തിയത്. എന്നിട്ടോ അങ്ങനെ ലോകത്ത് ഒരുപാട് മഹാന്മാരുണ്ട്. ചെറുപ്പത്തിൽ യതീമായി വളർന്നവർ ആരാ? ചെറുപ്പത്തിൽ യതീമായി വളർന്ന ആൾക്കാരുള്ളത് ഇമാം ഷാഫിഈ. ബാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയ വലിയ ലോകപ്രസിദ്ധ പ്രതിഭാശാലിയാണ്. ഐസക് ന്യൂട്ടന്റെ തലച്ചോറൊന്നും ഷാഫി ഇമാമിന്റെ തലച്ചോറിനെ കൊള്ള നോക്കിയാൽ ഒന്നുമല്ല. ഷാഫി ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി ഏറ്റിത്തരണേ അല്ലാഹ്. ഉഹിബ്ബു സ്സാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ബുഖാരി ഇമാമിന്റെ വാപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. മമ്പർത്ത പാപ്പാന്റെ വാപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അങ്ങനെ പിന്നെ അറിയാണ് എന്ത്? തന്റെ രണ്ട് അമ്മാവന്മാര് കേരളത്തിലുണ്ട് എന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട മമ്പർത്ത പാപ്പ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ത്യയിലേക്ക് വരികയാണ്. എത്രാമത്തെ വയസ്സിലാണ് വരുന്നത്? 17ാമത്തെ വയസ്സിൽ. യാത്ര ചെയ്യണം. യാത്ര ചെയ്യണമെന്ന് ആര് പറഞ്ഞു? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു. എന്തേ പറഞ്ഞത്? മഫിൽ മഖാമിനി ദി അഖ്ലിൻ വദി അദബിൻ മിൻ റാഹത്തിൻ വദഇൽ ഔതാന വഗ്തരിബി. ഷാഫി ഇമാം പറയാണ്, മഫിൽ മഖാമി എവിടേക്കും പോകാതെ ഇങ്ങനെ മഖാം, അതായത് ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുക, യാത്ര പോണില്ല. അതിലെന്തില്ല? ബുദ്ധിയുള്ള ആളെ സംബന്ധിച്ച് അതൊരു റാഹത്തല്ല. അതുകൊണ്ട് ഷാഫി ഇമാം പറയാണ്, മോനെ വദഇൽ ഔതാൻ, നാട് വിട്ടോളൂ മോനെ. ഇൽമിനെ പഠിക്കാൻ, ജോലി ചെയ്യാൻ, മക്കളെ പോറ്റാൻ നാട് വിടണം. അല്ലാഹു തആല ഈ സൗണ്ട് കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ ഗൾഫിലുള്ളവരുണ്ടാവും, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലുള്ളവരുണ്ടാകും. അവർക്കൊക്കെ വലിയ ഖൈർ കൊടുക്കണേ റഹ്മാനെ. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ പ്രയാസമുള്ള അവസ്ഥയാണ്. മുഅ്മിനീങ്ങൾക്ക് വലിയ പ്രയാസമുള്ള അവസ്ഥയാണ്. ഇന്നലെയും മിഞ്ഞാന്നും 4ാം നാളും പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ല. ഇപ്പോഴും ഡൽഹിയുടെ പല സ്ഥലത്തും ബുൾഡോസർ വെച്ചിട്ട് അഹ്ലുൽ ഈമാൻ മുവഹ്ഹിദീങ്ങളുടെ വീടുകൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പള്ളികളും പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദുകൾ പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിർബാധം തുടരുകയാണ്. അല്ലാഹുവേ, അവിടെ പോയ ഒരുപാട് ആൾക്കാർ കേരളക്കാരുണ്ട്. എല്ലാ മനുഷ്യർക്കും, മുസ്ലിങ്ങൾക്കും, ഹിന്ദുക്കൾക്കും, ക്രിസ്ത്യാനികൾക്കും, എല്ലാ മനുഷ്യർക്കും മനസ്സിന് റാഹത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇന്നലെയും മിഞ്ഞാന്നും ഇന്നും ഒക്കെയുള്ള പത്രങ്ങൾ വായിച്ചാൽ മതി. ഞാൻ അധികം വായിക്കല് സിറാജ് പത്രമാണ്. ഡൂൾ ന്യൂസിൽ നോക്കിയപ്പോ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ട്. എന്ത്? റെയിൽവേന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ആസാമിൽ മുസ്ലിമീങ്ങളെ വീടുകൾ മാത്രം പൊളിക്കുന്നു. മിഞ്ഞാന്ന് നടന്ന സംഗതി ഇന്നലെ പത്രത്തിലുള്ളതാണ്.
ഡൂൾ ന്യൂസ് റവാഹു ഡൂൾ ന്യൂസ് ബിസനദിൻ സ്വഹീഹിൻ റവാഹു ജരീദത്തു സിറാജ് ബിസനദിൻ സ്വഹീഹിൻ. സ്വഹീഹായ റിവായത്താണ് സുഹൃത്തുക്കളെ. അപ്പം ദേവ് അല്ലാഹു കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അതുകൊണ്ട് ബേജാറാവൊന്നും വേണ്ട. ഇവിടെ ആര് എന്ത് ചെയ്തിട്ടും ഇവിടെ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരന്റെ മുമ്പ് വന്നത് ആരാ? വിദേശികൾ. ആരാ വന്നത് ബ്രിട്ടീഷുകാരന്റെ മുമ്പ്? ശരിയാണ്, അതന്നെ. ആ വന്നതാരാണ്? അൽ ബുർത്തുഗാലിയീൻ എന്നാണ് മഖ്ദൂം തങ്ങളെ ഭാഷ. ഏത് ബുർത്തുഗാലിയീൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാര്, പറങ്കികള്. അവര് ചെയ്ത പണി എന്താ? അപ്പൊ മമ്പർത്ത പാപ്പാന്റെ ചരിത്രം പഠിച്ചാൽ മമ്പർത്ത പാപ്പാന്റെ അമ്മാവനായ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ, 2 ജിഫ്രിമാരും അവരെ കാലത്ത് ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ ബ്രിട്ടീഷുകാര് ഭരിക്കുന്ന കാലഘട്ടമാണ്. എന്നിട്ടോ നസ്രാനി മതത്തിനെ പ്രചരിപ്പിക്കുകയാണ് പല കോലത്തിലും. അതിനെല്ലാം ഗവൺമെന്റിന്റെ, ബ്രിട്ടൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ചെയ്തു. എന്തിന്? നസ്രാനി മതത്തിനെ പ്രചരിപ്പിക്കാൻ. അതിന്റെ ഭാഗമാണ് മുട്ടിയറയിൽ 12 ആളെ കൊന്നത്. ചെമ്മാടിന്റെ അടുത്തുള്ള തലപ്പാറക്കടുത്തുള്ള മുട്ടിയറയില് ഈ നസ്രാനി പട്ടാളക്കാര്, ബ്രിട്ടന്റെ പട്ടാളക്കാര് മുഅ്മിനീങ്ങളായ ആൾക്കാരെ കൊന്നപ്പോഴാണല്ലോ മമ്പർത്ത പാപ്പാക്ക് ചൂടായത്. മമ്പർത്ത പാപ്പ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ അവസ്ഥ എന്താണ്? ബ്രിട്ടീഷുകാര് ഭരണം നടത്തുന്ന കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാര് ഭരണം നടത്തുന്ന കാലത്ത് അവർക്ക് സപ്പോർട്ടാരാ? ജന്മിമാരാണ്. അന്ന് 2 വകുപ്പ മനുഷ്യന്മാര്, ഒന്ന് ജന്മിയും ഒന്ന് കുടിയാനും. കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഉസ്താദുമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ കൂടുതലൊന്നും കിതാബ് മുത്താലാ ചെയ്യണ്ട. ശൈഖുനാ തിരൂരങ്ങാടി ബാപ്പുസ്താദിന്റെ ഒരു കിതാബുണ്ട്, മൗലിദി കിതാബ്. എന്താ മൗലിദ്? ചേറൂര് മൗലിദി കിതാബാണ്. ചേറൂര് ശുഹദാക്കളെ മൗലിദാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉസ്താദുമാരോടും ഓൺലൈനിൽ എന്റെ സൗണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, അത് നന്നായി നമ്മൾ പഠിക്കേണ്ട. ആകെ 8-10 പേജേ ഉള്ളൂ. എന്തോ ഒരു സാഹിത്യമാണത്. ആദ്യം മുതൽ അവസാനം വരെ ഹാത്തായിൽ മാത്രമാണ് അതിന്റെ ഇബാറത്ത് അവസാനിക്കുന്നത്. 2 താ ആണ്, താഉൽ മർബൂത്ത, താഉൽ മജ്റൂറ, അല്ലേ? അങ്ങനെ അതിന്റെ ശരിക്കുള്ള പേര്. നമ്മൾ പറയല്, മലയാളികൾ പറയല് എന്താ പറയാ? ഹാത്താ എന്ന് പറയും. ഹാത്തായിൽ അവസാനിക്കുന്നതാണ്. അതിൽ ചേറൂര് ശുഹദാക്കളെ ചരിത്രം പറയുന്നുണ്ട്. ആ ചേറൂര് ശുഹദാക്കളെ ചരിത്രം നമ്മൾ നോക്കുമ്പോ അതിൽ മമ്പർത്ത പാപ്പാന്റെ ചരിത്രമുണ്ട്. ആ മമ്പർത്ത പാപ്പാന്റെ ചരിത്രം മുസ്ലിമീങ്ങളെ, ഉസ്താദുമാരെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, അതൊക്കെ നമ്മൾ പഠിക്കണം. തിരൂരങ്ങാടി ബാപ്പുസ്താദ് ആധികാരികമായി അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് അതറിയാൻ വേണ്ടി പല പോയിട്ട് ഉണ്ടാക്കിയതാണ്. ഏത്? ചെറൂര് ശുഹദാക്കളെ മൗലിദ്. അത് പഠിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിക്കുന്ന വിഷയത്തിലുള്ള മുടക്കങ്ങളും മവാനിഅകള് റബ്ബേ, അവായിഖുകൾ നീക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പഠിക്കാൻ നല്ല നശാത്ത്, നല്ല തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെറൂര് ശുഹദാക്കളെ ചരിത്രം പഠിക്കുമ്പോ എന്താ സംഭവം? അതെ, ചരിത്രം പഠിക്കണം. പഠിക്കുമ്പോ എന്താ സംഭവം എന്ന് പറയുന്നത്? എന്താ സംഭവം? അന്ന് ഈ ബ്രിട്ടീഷുകാരന്റെ എച്ചിൽ നക്കികളാണ് ആരെന്നറിയോ? ജന്മിമാര്. വെള്ളക്കാരന്റെ എച്ചിൽ നക്കികളാണ് ജന്മിമാര്. അവരെ കയ്യിലാണ് ഭൂമി മുഴുവനുള്ളത്. കുടിയാന്മാര്, അതായത് ഹരിജനങ്ങള്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് ഇപ്പൊ ഇംഗ്ലീഷ് പറയും. ഇപ്പത്തെ പുതിയ ഭാഷയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിഭാഷ എന്താ മോനെ? പട്ടികജാതി, പട്ടികവർഗം. അതായത് താണജാതിക്കാരെ മനുഷ്യന്മാരായി കണ്ടിട്ടില്ല ആര്? ജന്മിമാര്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അക്കാലത്ത്. ആര്? നമ്മളെ അപ്പമാര് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്.
അന്തമാനിലേക്ക് ചിന്തിക്കണേ സഹോദരന്മാരെ. എന്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങളെ, അന്തമാൻ എന്ന് പറയുന്ന രാജ്യത്ത് അന്ന് മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റാത്ത, ചെളിയുള്ള ചതുപ്പുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഏത്? ബഹറിന്റെ ഉള്ളില്. ബഹറിന്റെ കുറെ അക്കരെയാണ്. മദ്രാസിൽ നിന്ന് പോണം. എന്നോട് നമ്മളെ തങ്ങള് പറഞ്ഞു, താമൂക്കാരൻ തങ്ങള് പറഞ്ഞു, മൂപ്പര് ഇടക്കിടക്ക് അവിടെ പോകലുണ്ട്. സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളെ ജ്യേഷ്ഠൻ അബ്ദുള്ള ജീലാനി തങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് വരണം. അല്ലാഹു തആല തങ്ങളെ വാക്ക് പോലെ തന്നെ സ്വാദിഖാകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിങ്ങൾ വരുമ്പോ എന്താക്കിയാൽ മതി. എന്നോട് പറഞ്ഞു, മദ്രാസ് നിങ്ങൾ കപ്പലിന് വരണ്ട, കപ്പലിൽ ഒരാഴ്ച ഒക്കെ ഇരിക്കേണ്ടി വരും. ഛർദിച്ച് അവിടെ എത്തുമ്പോത്തിന് ആകെ വയറിളകിയിട്ട് ആകെ ഹലാക്കിന്റെ അവലും കഞ്ഞിയാവും. അതുകൊണ്ട് വിമാനത്തിന് പോന്നാ മതി എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞതൊക്കെ അല്ലാഹു തആല സ്വാദിഖാക്കണേ അല്ലാഹ്. സ്വാദിഖാക്കാൻ മനസ്സിലായില്ലേ? തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിങ്ങൾക്ക് കപ്പൽ കയറണ്ടേ? പടച്ചോനെ, കപ്പൽ കയറിയിട്ട് ഹജ്ജിന് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത് തന്നെ വരുന്ന ഗവൺമെന്റ് കുറെ കൊല്ലായിട്ട് പല ഗവൺമെന്റും, ഇപ്പോഴത്തെ ഗവൺമെന്റും NDF-ന്റെ ഗവൺമെന്റും അതിന്റെ മുമ്പ് UPA ഗവൺമെന്റ് ഒക്കെ പറഞ്ഞിരുന്നതാണ് കപ്പൽ ഉടനെ വരും. എന്ത്? ഹജ്ജിന്റെ വേണ്ടിയിട്ട്. പോത്താമ്പി വരുന്നുണ്ട്, ചോളി എന്ന് കുട്ടികളോട് പറയും പോലെ. എന്താ പോത്താമ്പി വരിക എന്നാവോ? പെട്ടെന്ന് വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേമാതിരി കുറെ സംഗതികളുണ്ട്. ചെറിയനാക്കും വലിയനാക്കും ഒറ്റ ദിവസം മാത്രം ലീവ്. പല ഗവൺമെന്റും മാറി മാറി വന്നിട്ടും ഒരു ദിവസത്തെ ലീവ് 2 ദിവസമായി വർദ്ധിപ്പിക്കാൻ മുസ്ലിമായ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും സാധിച്ചിട്ടില്ല, മുസ്ലിം അല്ലാത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും സാധിച്ചിട്ടില്ല. അത് ന്യായമായൊരു അവകാശമാണ്. എന്ത്? ഒരു 3 ദിവസമെങ്കിലും ചെറിയൊരുനാൾക്ക് ഗവൺമെന്റ് ലീവ് ഉണ്ടാകണം. അല്ലാഹു തആല ഖൈറായതൊക്കെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായതൊക്കെ കിട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും പാഴ്സികളും ബുദ്ധന്മാരും ജൂതന്മാരും എല്ലാവരും ഇന്ത്യ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. മുസ്ലിങ്ങളും അതിന്റെ വലിയൊരു ഭാഗമാണ്. അതുകൊണ്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റു പലരുടെയും ആരാധനാ ദിവസങ്ങളിൽ അവധിയുള്ളതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു 3 ദിവസം അവധിയെങ്കിലും കിട്ടണം എന്നുള്ളത് ന്യായമായ ഒരു അവകാശമാണ്. അല്ലാഹു തആല ഖൈറായ ഇടക്കൊന്ന് മൈക്കാന്ന് ഒച്ച പോയതാ. എന്താ ഒച്ച പോകാൻ കാരണം? അതൊക്കെ ഖൈറായത് കിട്ടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്തേ പറഞ്ഞു ഉസ്താദേ? അന്ന് ഞങ്ങളെ വന്നൂപ്പറമ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, എന്റെ നാടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വെന്നിയൂര്. ആ പടിഞ്ഞാറ് ഭാഗത്ത് തെയ്യാല താമൂര് റോട്ടിൽ കപ്രാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി പാപ്പുസ്താദിന്റെ ചെറൂര് ശ്രോതാക്കളെ മൗലിദ് നോക്കിയാലും മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം, ആ കപ്രാട് കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ജന്മി ഉണ്ടായിരുന്നു. ആ ജന്മിമാര് ഭൂമിയുടെ ഉടമകളാണ്. ഭൂമിക്ക് അവർക്ക് അധികാരമുള്ള ഉടമസ്ഥാവകാശമുള്ളൂ, ജന്മിമാർക്ക് അവകാശമില്ല. ഇവിടത്തെ താണജാതിക്കാരായ ഹിന്ദുക്കൾക്കടക്കം ഒരുപാട് മുസ്ലിങ്ങൾക്കടക്കം ഈ പട്ടി പേറും പോലെ ഈ പാടത്തും കൃഷിസ്ഥലത്തും പേറാനല്ലാതെ സ്വന്തം ഭൂമിയിലുള്ള ഒരു മാങ്ങ പോലും എടുക്കാൻ അവകാശം അന്ന് ഉണ്ടായിട്ടില്ല. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തല്ല, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ബാപ്പ ഉള്ള കാലത്ത് പോലും അങ്ങനെയാണ്. ശൈഖുന കാന്തപുരം ഉസ്താദ് ചെറിയ കുട്ടിയായ സമയത്ത് ഉസ്താദിന്റെ ബാപ്പ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയിലുള്ള മൂച്ചിയിൽ നിന്ന്, മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്, നമ്മുടെ നാട്ടില് മൂച്ചി എന്ന് പറയും, ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. അപ്പൊ ഉസ്താദിന്റെ ബാപ്പ കാന്തപുരം ഉസ്താദിന്റെ ബാപ്പ കാശ് കൊടുത്ത മാവ്, ഭൂമിയിലുള്ള മാവിന്റെ മാങ്ങ സ്വന്തമായി കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയിലുള്ള മാവിന്റെ മാങ്ങ എടുക്കാൻ അതാർക്ക് അവകാശപ്പെട്ടതാ? അത് ജന്മിക്ക് അവകാശപ്പെട്ടതാണ്.
കാന്തപുരം ഉസ്താദിന്റെ കാലത്തുള്ള ജന്മി, ആ നാട്ടിൽ പൂനൂരുള്ള ജന്മി മുസ്ലിമായ ജന്മിയായിരുന്നു. അത് ബ്രിട്ടീഷുകാരെ കാലം കഴിഞ്ഞ് കുറെ കാലം ഉണ്ടായ സംഗതിയാ. വിശദവിവരങ്ങൾക്ക് വിശ്വാസപൂർവം എന്ന കിതാബ് നോക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബ്രിട്ടീഷുകാരെ കാലത്ത്, എന്നാൽ ബ്രിട്ടീഷുകാരെ കാലത്തുള്ള കപ്രാട് ജന്മി എന്താ സംഭവിച്ചത്? അന്ന് കുറച്ച് ആൾക്കാര്, കുറച്ച് ജന്മിയുടെ കൃഷ്ണൻ നമ്പൂതിരി എന്ന ജന്മിയുടെ പണിക്കാര് താണവരായ പട്ടികജാതി എന്ന് ഇപ്പൊ പറയുന്ന ആ താണജാതിയിൽപ്പെട്ടവര് മമ്പർത്ത പാപ്പാന്റെ അടുക്കൽ ചെന്നു. മമ്പർത്ത പാപ്പ ഏഴകളുടെ തോഴനാണ്. അന്നും ഇന്നും മനുഷ്യന്മാരായിട്ട് കണ്ടിട്ടില്ലവരെ. ഈ എത്രയോ ദൂരം നിൽക്കേണ്ട ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുത്തിടാം ചെറ്റും പേടിക്കേണ്ട തമ്പുരാരെ എന്നാരാ പാടിയത്? അത് ഖുർആനിലൊന്നുള്ളതല്ല, കുമാരനാശാൻ പാടിയതാണ്. ദുരവസ്ഥ എന്ന് പറഞ്ഞ കിതാബിലുള്ളതാണ്. കുമാരനാശാന്റെ ഒരു കിതാബിന്റെ പേരാണ് ദുരവസ്ഥ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, ഉയർന്ന ജാതിക്കാരന്റെ മുമ്പിൽ താമജാതിക്കാരൻ പെട്ടുപോയാൽ എന്തിനെവിടെ വന്നത്? എന്റെ കണ്ണ് അശുദ്ധമായി, ഒരിപ്പ എന്റെ കണ്ണ് അശുദ്ധമായിക്കണേ കുറ്റിയാണ്ട് പൊട്ടിച്ചാടാ എന്ന് പറയാൻ അന്ന് ധൈര്യമില്ല. എന്റെ കണ്ണ് അശുദ്ധായിക്കണമെങ്കിൽ ഞാൻ എന്ത് പേച്ചു, കണ്ണാണ് കുത്തി പൊട്ടിച്ചാടാം, എന്നാ പിന്നെ ഇനി പ്രശ്നമില്ലല്ലോ എന്ന് പറയാൻ അന്ന് ആളുണ്ടായിരുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ സമയത്ത് കുറച്ചാൾക്കാർ മമ്പർത്ത പാപ്പാന്റെ അടുക്കൽ വന്ന് സ്വമേധയാ ഇസ്ലാമിലേക്ക് വന്നു. മുസ്ലിമീങ്ങൾ തട്ടമിട്ടുകൊണ്ട് കൃഷ്ണൻ നമ്പൂതിരിന്റെ കൃഷിസ്ഥലത്ത് പണിക്ക് ചെന്നു. ആണുങ്ങൾ തൊപ്പിയിട്ടുകൊണ്ട് പണിക്ക് ചെന്നപ്പോ കോലം ചേലൊക്കെ മാറിക്കണ്, കണ്ടോ നോക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട അവര് വന്നിട്ട് ആ മുസ്ലിമീങ്ങൾ ചെന്ന് സങ്കടം പറഞ്ഞത് എവിടെയാ? ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ, അവര് സമാന്റെ ഖുതുബാൻ, അവര് സമാന്റെ ഖുതുബാന്ന് മുസ്തഫ സഖാഫിക്ക് എങ്ങനെ മനസ്സിലായത്? നോട്ടീസ് കണ്ടിട്ട് ഖുതുബുസ്സമാൻ ചെളാരിയിൽ എന്ന് ചില നോട്ടീസ് ഞാൻ കണ്ടിരുന്നു കുറച്ചു കാലം മുന്നേ. അങ്ങനെ നോട്ടീസ് കണ്ടത് അല്ല, മമ്പർത്ത പാപ്പാനെ പറ്റി അവരെ മുരീദായ ബഹുമാനപ്പെട്ട വടിയങ്കോട് ഉമർ ഖാദി തങ്ങളെ മർസിയത്തിൽ മമ്പർത്ത പാപ്പയുടെ വഫാത്തിന്റെ സമയത്ത് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിലാപ കാവ്യത്തിന്റെ വകുപ്പിനാണ് അറബിയിൽ മർസിയത്ത് എന്ന് പറയാം. മമ്പർത്ത പാപ്പാനെ പറ്റി വടിയങ്കോട് ഉമർ ഖാദി തങ്ങൾ ഉണ്ടാക്കിയ മർസിയത്തിൽ ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല സെക്രട്ടറി ആരാ? എ.പി. ഉസ്താദ്. ആര്? എ.പി. ഉസ്താദ്. ആ എ.പി. ഉസ്താദിന്റെ പേരെന്താ? എ.പി. അഹമ്മദ് കുട്ടി മൗലവി വാങ്ങി. അവരാണ് ഒന്നാമത്തെ സെക്രട്ടറി. ആ എ.പി. ഉസ്താദിന്റെ മൗലിദിലുണ്ട്, മമ്പർത്ത പാപ്പാനെ പറ്റുള്ള മൗലിദിലുണ്ട്. ഖുതുബുസ്സമാനാണ്. ഖുതുബുസ്സമാനി സിറാജുൽ അർദി സയ്യിദുന എന്ന് ആര് പാടിയിട്ടുണ്ട്? ബഹുമാനപ്പെട്ട വളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ പാടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പൊന്മള എന്ന് പറയുന്ന നാട്ടിലുള്ള ആൺകുട്ടികൾ ഈ വിവരം അറിഞ്ഞു. ഏത് വിവരം? കപ്രാട്ടെ നമ്പൂതിരി ജന്മി ഇസ്ലാമിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വന്നവരായ പാവങ്ങളെ വഷളാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അതിനെ തുടർന്നുകൊണ്ടുണ്ടായ അവകാശ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവകാശം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മിയുടെ തമ്മാടിത്തരങ്ങൾക്കെതിരിലെ വേങ്ങരക്കടുത്ത് ചേറൂരിലുണ്ടായ സമരമാണ് ചേറൂര് സമരം. മമ്പർത്ത പാപ്പ ആരുടെ ഭാഗത്താണ്? പാവങ്ങളുടെ ഭാഗത്താണ്. അമ്പിയാക്കൽ ആരുടെ ഭാഗത്താണ്? പാവങ്ങളുടെ ഭാഗത്താണ്. മുസ്തദഅഫീൻ എന്നാണ് ആരെ പറഞ്ഞത്? ഖുർആനിൽ അല്ലാഹ് പറയാണ്, അമ്പിയാക്കളെ പറ്റി പറയാണ്. സൂറത്തുൽ ഖസസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുരീദു അൻ നമുന്ന അലൽ ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ് വനജഅലഹും അഇമ്മ വനജഅലഹുമുൽ വാരിസീൻ. സദഖല്ലാഹു
അസ്സ വജൽ സുബ്ഹാനഹു വതആല. ആരും പോകണ്ട, ബറക്കത്തുള്ള ചോറുണ്ട്. എന്നോട് ഉസ്താദ് പറഞ്ഞ് നിങ്ങളെ വണ്ടിക്കട് എത്ര വേണമെങ്കിലും വെച്ച് തരും ചോറ് എന്ന് പറഞ്ഞു. വന്നപ്പോ തന്നെ നമ്മളെ ഭക്ഷണം എപ്പോഴാന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൽമു മൂപ്പര കൂടെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ചോറ് മാത്രമല്ല ഇൽമും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോറ് കഴിച്ചാൽ ഇൽമു കിട്ടും, അത് കിട്ടി. എന്താണെന്നറിയോ, ചോറ് വയ്ക്കണീന്റെ ഏത് ഭക്ഷണം കഴിക്കണീന്റെ തൊട്ട് മുമ്പ് ഒരു കല്ലുപ്പ് തൊള്ളയിലിടുക. തൊള്ളയിലിട്ടാ പിന്നെന്താ കാട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ചോറ് വെച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഒരു കല്ലുപ്പ് തൊള്ളിയിലിടുക. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഈ ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ആ വിഷയം പഠിച്ചത്. എല്ലാരും പഠിച്ചു വെച്ചോളൂ. അൽ മുസ്തഖറഫ് എന്ന് പറഞ്ഞ കിതാബാണ് എന്റെ ഓർമ്മ. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ കണ്ടു നുസ്ഹത്തുൽ മജാലിസ്, അതിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല ആ വീട്ടിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ വീട്ടിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നമ്മളെല്ലാവരുടെ വീടുകളിലും വലിയ ബറക്കത്ത്. എന്റെ നാട്ടിൽ തെന്നലയിൽ മുദരിസായ ആളാണ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ ദർസിൽ ഓതി പഠിക്കുന്ന കാലത്ത് അവനാന്റെ നാട്ടിൽ നമുക്ക് ബന്ധം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ ഒരിക്കലോ രണ്ടോ. എന്റെ മഹലും എന്റെ അറക്കൽ, ഏതായാലും അറക്കലൊക്കെ ദർശനം നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദിന്റെ തദ്രീസ് നമ്മൾക്ക് എല്ലാവർക്കും, ഞാൻ അടക്കമുള്ളവർക്കൊക്കെ നല്ല ദർശനം നടത്താൻ, നാഫിഅ ഇൽമ് ദർശനം നടത്താനും, അതുകൊണ്ട് നമുക്ക് സ്വന്തം ഇൽമുണ്ടാകാനും നമ്മളെ ശിഷ്യന്മാർക്ക് ഇൽമുണ്ടാകാനും ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഇൽമ് വർദ്ധിക്കാൻ ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അങ്ങനെ ഉണ്ടായതാണ് ഏത് പൊന്മളക്കാരാണ് കാര്യമായിട്ട് എന്തിനു വന്നത്? യുദ്ധത്തിന് വന്നത്. ഏത് യുദ്ധം? മനസ്സിലായോ? ഇറാൻ ഇറാഖ് യുദ്ധമല്ല. ഏത് യുദ്ധം? ചെറൂർ ശുഹദാക്കന്മാരെ ഖബർ സിയാറത്ത് യാത്രകളൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എവിടെയാണ് ചെറൂർ ശുഹദാക്കളെ ഖബർ? അത് ചെമ്മാട് ടൗണിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്നത്തെ കാലത്ത് താണ ജാതിക്കാരായ ഹിന്ദുക്കൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഒരു നാലാള് കൂടിയിട്ട് ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതിക്കുന്നില്ല, ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അപ്പ അവർക്കൊരു റാഹത്ത് കൊടുക്കലാണ് വേണ്ടത്. അപ്പ എന്ത് ചെയ്തു? വലിയ ബഹുമാനപ്പെട്ട മമ്പർത്തം പാപ്പ പറഞ്ഞു, നിങ്ങൾ മൂന്നിയൂര് കളിയാട്ടക്കാവിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മമ്പർത്ത പാപ്പ അവർക്കൊരു റാഹത്തിന് വേണ്ടി കൊടുത്തതാണ്. ഏത്? കളിയാട്ടക്കാവിലുള്ള ആ ഒരു പിക്നിക്ക്, ആ ഒരു പരിപാടി. ഇന്നും അതേ താണജാതിക്കാര് നേതൃത്വം കൊടുക്കുന്ന കളിയാട്ടക്കാവിലെ ഉത്സവത്തിന് മമ്പർത്ത് വന്നിട്ട് കാണിക്ക വെച്ചിട്ട് നേർച്ച വെച്ചിട്ടല്ലാതെ അവര് പോകാറില്ല. അതേ സമയം ബഹുമാനപ്പെട്ട മമ്പർത്തപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്, എന്ത്? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഉപകാരമുണ്ടാകണമെങ്കിൽ ഈമാനോടുകൂടി മരിക്കാതെ പറ്റൂല. അവരല്ലാഹുവിന്റെ വലിയ വലിയാണ്, വലിയ അലിമാണ്. ഇൽമില്ലാതെ ജാഹിലീങ്ങൾ ഔലിയാക്കന്മാരായി വരൂല. ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? ഏറ്റവും വലിയ അലിമീങ്ങളാ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. മമ്പർത്തപ്പാപ്പനെ അനുസ്മരിക്കുന്ന സദസ്സാണ്. അല്ലാഹുവേ, മമ്പർത്തപ്പാപ്പയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു കപ്പൽ യാത്രക്കാര് ബഹറിലൂടെ വരുമ്പോ മമ്പറത്തിന്റെ പടിഞ്ഞാറ് പരപ്പനങ്ങാടിയാണ്. പടിഞ്ഞാറ് 5-8 കിലോമീറ്റർ പോണം. മമ്പറത്തുനിന്ന് 8, 7, 9 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയാൽ ഏതാണ്? പരപ്പനങ്ങാടിയാണ്. അതിന്റെ പടിഞ്ഞാറ് പിന്നെ ബഹറാണ്. ആ ബഹറിന്റെ പേരെന്താ? ആർക്കറിയാം? ആ ഭരണാക്ക് സമ്മാനമുണ്ട്. ആ ബഹറിന്റെ പേരെന്താ? അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് മൂപ്പർക്ക് ആ സമ്മാനം കൊടുക്കും. ആ ഉത്തരത്തിനൊക്കെ സമ്മാനം സ്വർഗ്ഗത്തിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ സമ്മാനം കിട്ടണമെങ്കിൽ ആരാ പറയാ? പരപ്പനങ്ങാടിന്റെ പടിഞ്ഞാറുള്ള
അറബിക്കടൽ. അതതിന്റെ ആ മൂപ്പർക്ക് ഇപ്പൊ സമ്മാനം കൊടുക്കല് നമുക്ക് ലാസിമായി. മറ്റേ ഇപ്പൊ ആളെ പറ്റിച്ചിന്റെ പരിപാടിയാവും. ഇവിടെ വരി അറബിക്കടൽ എന്നാ പറയാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈകൊണ്ടായിക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ല അതൊരു ബർക്കത്താണ്. പറഞ്ഞാൽ പിന്നെ നമ്മൾ നടപ്പിലാക്കണല്ലോ ഇൻഷാ അല്ലാഹ്. ഒരു ഒറ്റ സംഖ്യ ഉണ്ടായിക്കോട്ടെ. ഒറ്റ സംഖ്യ ഒരു ബർക്കത്ത്. നിങ്ങളെ പേരെന്താ ഉസ്താദേ? അല്ലാഹ് സിദ്ദീഖിയ്യ മസ്ജിദിലുള്ള സിദ്ദീഖ് നിങ്ങളെ പേരാണ്. നിങ്ങളെ പേര് അബൂബക്കർ സിദ്ദീഖ് സഖാഫി മഹദരി. അതെ അല്ലാഹു തആല നമ്മളെ കായൽ പട്ടണത്തിൽ നല്ല ബർക്കത്തുള്ള സ്ഥലം, ഒരുപാട് സ്വാലിഹ്യങ്ങൾ അന്തിയുറങ്ങുന്ന സ്ഥലം. ഞാൻ ഒരിക്കലേ പോയിട്ടുള്ളൂ കായൽ പട്ടണത്തിൽ. പോയ സമയത്ത് നട്ടപ്പാതിരായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഇനി പച്ചപ്പകലൊന്ന് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരിക്കൽ ഖൈബർ പോയത് ഒരു ഏഷാന്റെ ഖൈബറിൽ ഖൈബറൊരുപെരൂരമതിയിൽ ഇരുപാഞ്ച് കോട്ടകളുമാം. ഖൈബറിൽ ചെന്ന സമയത്ത് ഏഷാന്റെ നേരാണ്. ബസ്സിൽ നിന്ന് ഞങ്ങൾ 10-40 ആൾക്കാർ, ചെറൂർ അബ്ദുള്ള മുസ്ലിയാരൊക്കെ ഉണ്ട്, ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വന്നുകൊണ്ട് മുത്തവ വന്നിട്ട് പറഞ്ഞു. മുത്തവ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റിന്റെ മൗലവി എന്നതിന്റെ അർത്ഥം. എന്റെ ഒച്ച കേട്ടാൽ തന്നെ ഛർദിക്കാൻ തോന്നും. അപ്പൊ തന്നെ അങ്ങോട്ട് കയറി ബസ്സിൽ. ബദറിൽ സിയാറത്തിന് പോയാലും അങ്ങനെ തന്നെ, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നല്ല റാഹത്താണ്. കഴിഞ്ഞ കൊല്ലം പോയപ്പോ ഞങ്ങള് ബദറിൽ ചെന്നു, യാസീനോദി ദുആയിരുന്നു. ഇപ്പോഴിതാ എന്റെ കൂടെ പോവാണ്. ഞാൻ അക്ബർ ട്രാവൽസിന്റെ അമീറായിട്ട് പോവാണ്. അപ്പൊ എല്ലാ ട്രാവൽസിലും ഞാൻ പോകലുണ്ട്. എന്നെ ആരാ വിളിച്ചാലും അവർക്കൊക്കെ ഓരോ കൂടെ ഞാൻ പോകും. അത് പൊന്നാനിയില് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളെ നേർച്ചയ്ക്ക് കഴിഞ്ഞ ശഅബാനിൽ ഞാൻ വഅദിന് പോയപ്പോ, 2 ദിവസത്തെ വഅദിന് പോയപ്പോ അതിന്റെ മാനേജർ എന്നെ ക്ഷണിച്ചതാണ്. എന്റെ വഅദ് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ കൂടെ അമീറായിട്ട് വരണം എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആഖിറത്തിലേക്ക് നേട്ടമാകുന്ന രൂപത്തിലുള്ള അമീറാകാനും അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, ഖൈബറിൽ എന്നപ്പോ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഖൈബറില്, ബദറില്, ഹംസത്തുൽ കറാർ തങ്ങളെ ഖബർ ഷരീഫിന്റെ അടുക്കൽ ഗവൺമെന്റ് കുറെ മുത്തവ്വമാരെ വെച്ചിരുന്നു. അവർക്ക് എന്താ പറയുള്ളത്? സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ. ഖാല റസൂലുള്ളാഹി. കപ്പലിന്റെ ആൾക്കാർ, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. കപ്പൽക്കാരെ വെള്ളം തീർന്നു, വെളിച്ചം അവസാനിച്ചു, വെളിച്ചല്ല. രാത്രി ഭയങ്കര ഇരുട്ടാവും. കപ്പലിൽ ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഞാൻ പലപ്പോഴും കപ്പലിൽ ലക്ഷദ്വീപിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോ ഒരുപക്ഷെ ഞാൻ റബീഉൽ അവ്വലിൽ പോകാൻ സാധ്യതയുമുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരിക്കൽ മമ്പർത്ത പാപ്പാന്റെ കാലത്ത് കപ്പൽക്കാര് യാത്ര പോകുമ്പോ വെളിച്ചല്ല, വെളിച്ചം കെട്ടു. വെളിച്ചം കെട്ടാൻ എന്താ ഉണ്ടാവുക? ഏതാ കിഴക്ക് എന്നറിയൂല, ഏതാ പടിഞ്ഞാറ് എന്നറിയൂല. കിഴക്കാണ് എന്തുണ്ടാവുക? കിഴക്കാണ് കരയുള്ളത്. കേരളക്കാര് കടലിൽ പോയാൽ കിഴക്ക് ഭാഗത്താണ് കരയുള്ളത്. ഇത് ചിലപ്പോ കിഴക്കാണ് കരയാണ് വിചാരിച്ച് പോണത് എവിടുക്കാവും? പടിഞ്ഞാട്ടാവും. അങ്ങനൊക്കെ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ആൾക്കാർ ബഹ്റൈനിൽ എത്തിയത് ലക്ഷദ്വീപുകാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ ഉപ്പാപ്പമാരെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിയില്ല ഏതാ കേക്ക് ഏതാ പടിഞ്ഞാറ് അറിയൂല. നല്ല മരുഭൂമിയിൽ ചെന്ന് വെട്ടമായിരിയാണ്. മരുഭൂമിയിൽ ചെന്ന് വെട്ട് ആരെങ്കിലും കുടുങ്ങിക്കണോ? കേരളത്തിൽ ചെന്ന് വഴി വേക്കണമാതിരിയല്ല. കേരളത്തിൽ എവിടുന്ന് വഴി അയച്ചാലും ചോദിക്കാൻ പറ്റും. ഇപ്പൊ പിന്നെ ആരും മനുഷ്യന്മാരും ചോദിക്കൂല. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ആഫ്റ്റർ 1 കിലോമീറ്റർ ടേൺ ലെഫ്റ്റ് ആ പെണ്ണ് പറയും. പെണ്ണിന്റെ വർത്താനം കേട്ടിട്ടാ തിരിയാ എല്ലാവരും. പെണ്ണിനോട് ചോദിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഒരു മനുഷ്യനോട് ചോദിക്കൂല. മുക്കത്തുനിന്ന് പൂക്കിപ്പറമ്പക്ക് ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നു. എന്റെ സുഹൃത്ത് റസീഖ്. ഓൻ ഈ പെണ്ണിനോട് ചോദിച്ചു വന്ന് എവിടെ എത്തി? ചെട്ടിയങ്ങളെത്തി.
ഒന്നുപറമ്പും കഴിഞ്ഞ് പൂക്കിപ്പറമ്പ് കഴിഞ്ഞ് കോയിച്ചനും കഴിഞ്ഞ് പെരുമണ്ണും കഴിഞ്ഞിട്ട് ചെട്ടിയാങ്ങടെ വൃത്തിന്റെ ദിവസം വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെട്ടിയാങ്ങട സ്ഥലത്ത് നിൽക്കുകയാകുന്നു പറഞ്ഞു എന്നോട്. എന്നാൽ പൂക്കിപ്പറമ്പിലേക്ക് വേഗം വന്നോളൂ എന്ന് ഞാനോട് പറഞ്ഞു. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നോളൂ. ഈ പെണ്ണ് പറ്റിച്ചതാ. പെണ്ണിന്റെ വർത്താനം കേട്ടാ പേക്കും. പറ്റിച്ചത് പെണ്ണ. മനുഷ്യന്മാരോട് ചോദിച്ചിട്ട് വരണം അല്ലേ? അതല്ലേ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. എന്തേ പറഞ്ഞത്? ഇസ്അലൂ അഹ്ല ദിക്രി ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. വിവരമുള്ളവരോട് നിങ്ങൾ ചോദിച്ചോളി എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. പെണ്ണിനോട് ചോദിക്കണ്ട, കുടുങ്ങിപ്പോകും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് എത്ര ബേജാറുണ്ടാകും അവർക്ക്. ചെറിയ വിഷയമല്ല. ജീവൻ അപകടത്തിലാണ്. വെള്ളത്തിൽ പെട്ടിട്ട് കപ്പലിൽ വഴി അറിയുന്നില്ല, കിഴക്കറിയുന്നില്ല, പടിഞ്ഞാററിയുന്നില്ല. അവര് വിളിച്ചു. വിളിക്കണമെന്ന് ഖുർആനിലുള്ളതാ അല്ലേ? ഖുർആനില്ലേ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുഅ്തൂനസ് സകാത്ത വഹും റാകിഊൻ. നിങ്ങൾ ഏത് ഇടങ്ങേറിന്റെ സമയത്തിലും അല്ലാഹ് നിങ്ങളെ സഹായിക്കും, റസൂല് സഹായിക്കും. വല്ലദീന ആമനു, യഥാർത്ഥ ഔലിയാക്കൾ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്പർത്ത പാപ്പാനെ വിളിച്ചു. മമ്പർത്ത പാപ്പ ഒരാളോട് പറഞ്ഞു, ചൂട്ട് കത്തിച്ചിട്ട് തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ചൂട്ട് തന്നെ സാധനം അബൂബക്കർ സിദ്ദീഖ് ഉസ്താദ് നിങ്ങൾ കണ്ടുകണോ? ഈ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാധനം പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ചൂട്ട്. കണ്ടുകണോ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ? ഇരുമ്പുണ്ടാ. ഓലക്കൊടി. അപ്പ കുട്ടി കണ്ടിട്ടുണ്ട്, മനസ്സിലായി. ഇരുമ്പോണ്ടല്ല, ഓലക്കൊടി കൊണ്ട്. ചൂട്ട് കത്തിച്ചിട്ട് ഓലക്കൊടി കൊണ്ട് കത്തിച്ചിട്ട് തെങ്ങമ്മ കയറിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആരാ പറഞ്ഞത്? മമ്പർത്ത പാപ്പയാണ് പറഞ്ഞത്. ആ വെളിച്ചം, ചൂട്ടിന്റെ വെളിച്ചം എത്രയോ കിലോമീറ്റർ, ഒരുപക്ഷെ 50, 100, 150, 200 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ആ ബഹറിൻ ലുജ്ജിയൻ ആഴക്കടലിൽ ഇരുട്ടിന്റെ ഇരുട്ടില് വെളിച്ചം കിട്ടി. ജീവൻ രക്ഷപ്പെട്ടപ്പ കരയിൽ വന്നിട്ട് കഷ്ടം ഇരുൾ കടലിന്ന് കപ്പക്കാരും വെളിച്ചെന്ന് കിട്ട വെളിച്ചം ചൂട്ടൊന്ന് കാട്ടിടൈ തെങ്ങിൻ മോളിന്ന് കണ്ട് വെളിച്ചം റാഹത്തായി കപ്പക്കാരും സലാമത്തായി കൊണ്ടണൈ പുണ്യ സന്നിധി ഗുണമൊത്തോരിൽ റളിയല്ലാഹ് മമ്പുറപ്പൂ മഖാമിലെ മൗലദവീല വാസിലേ ഇമ്പപ്പൂവായ ഒത്തുപോലെ അങ്ങനെ ദുനിയാവിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം കാട്ടിക്കൊടുത്ത പോലെ ഏറ്റവും വലിയ ഇരുട്ടാകുന്ന ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് വെളിച്ചം കാട്ടിക്കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഹിദായത്തിലേക്ക് വന്ന സന്നിധിയാണ് മമ്പറത്ത പാപ്പാന്റെ സന്നിധി. ഒരുപാട് കറാമത്തുകളും സംഭവങ്ങളും എനിക്കറിയുന്നത് തന്നെ പറയാനുണ്ട്, ടൈമില്ല. നമുക്ക് ഈ നിസ്കാരം ബാക്കിയാണ്. ഈ സദസ്സിലേക്ക് നല്ല ചോറിന്റെ കാശ് തന്നവരാരാണെങ്കിലും റബ്ബേ, അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, അവരെ ഖബറിനെ നീ സ്വർഗത്തിന്റെ തോപ്പാക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട വാപ്പ മരിച്ചിട്ട് ഈ മുഹറം മാസത്തിലേക്ക് 2 കൊല്ലം തികഞ്ഞു. കാരയിൽ സയ്യിദ് അലി ഹാജി, അല്ലാഹുവേ അവരെ ഖബറിനെ സന്തോഷത്തിന്റെ വീടാക്കണേ റഹ്മാനെ. ഉസ്താദിന്റെ പ്രിയപ്പെട്ട വാപ്പ വലിയ ആലിമായിരുന്നു, വലിയ മുദർരിസായിരുന്നു, സ്വാലിഹായി ജീവിച്ചവരാണ്. അബ്ദുൽ കരീം ഉസ്താദ്, അവരെ ദർജന വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ
ആ സന്നിധിയിൽ ഖുതുബുസ്സമാൻ തങ്ങളെ സന്നിധിയിൽ അതേ ബഹുമാനപ്പെട്ട ഒരു അമ്മാവൻ ഖുതുബുസ്സമാൻ തങ്ങളെ ഒരു അമ്മാവൻ മമ്പറത്തുള്ള അമ്മാവൻ വഫാത്താകുമ്പോ പറഞ്ഞതാ, എന്റെ മകൾക്കുള്ള പുതിയാപ്പള എന്റെ നാട്ടിൽ നിന്ന് വരും, ഹദറമൗത്തിൽ നിന്ന് വരും, എന്റെ പെങ്ങളെ മകൻ വരും, അവർക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ഭാര്യ, അതായത് മമ്പർത്തപ്പാപ്പാന്റെ അമ്മാവന്റെ മകള്, അവരും വലിയ സ്വാലിഹീങ്ങളിൽപ്പെട്ട സ്വാലിഹത്തായിരുന്നു. റബ്ബേ, അവരെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ വകയിൽ ഞാനടക്കം ഈമാനില്ലാത്ത, റബ്ബേ, ഈമാനിന്റെ ശോഭയില്ലാത്ത കൽബിന്റെ ഉടമകളായ ഞങ്ങൾക്ക് വലിയ ഈമാനിക ശോഭ നൽകണേ റഹ്മാനെ. ഉസ്താദിനെ അടുത്ത് എന്തോ ഒരു ആർട്ടിനിക്ക് ചെറിയ ബ്ലോക്ക് വന്നിട്ട് ഒരു ചികിത്സ ഞരമ്പിന്റെ ഉള്ളിലൂടെയോ മറ്റോ ചെയ്തു. ഇനി അങ്ങനത്തെ രോഗം അവർക്കോ ഞങ്ങൾക്കാർക്കും നൽകരുതേ റഹ്മാനെ. ഈ നാടിന് വലിയ ശോഭ ഉണ്ടാക്കിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, അവരെ മൗലിദ് കൊണ്ട്, അവരെ സ്മരിക്കൽ കൊണ്ട് മാസം മാസം ഇവിടെ നിലനിൽക്കുന്ന ഈ മൗലിദിന്റെ സദസ്സ് ഖിയാമത്ത് നാൾ വരെ ഇത് നീ നിലനിർത്തണേ റഹ്മാനേ. ഉസ്താദിന്റെ മകളുടെ കുട്ടി, ബഹുമാനപ്പെട്ട ആ കക്കിടിപ്പുറത്ത് വഫാത്തായ ഉസ്താദിന്റെ പേരക്കുട്ടി, ആ കുട്ടിക്ക് നീ ആഫിയത്തുള്ള, ബറക്കത്തുള്ള, ആഫിയത്തോടുകൂടി നല്ല ഓർമ്മയുള്ള, നല്ല ദീർഘായുസ് മദീന രാജ്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മോശപ്പെട്ടവരാണ്, ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. മൗത്തിന്റെ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ഈമാൻ ഉറപ്പിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട്, എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, നടന്നു പോകാനൊന്നും വയ്യ. ഉംറയ്ക്ക് പോയാൽ ആൾക്കാരെ തെരഞ്ഞു പോകേണ്ടി വരും, എന്തായാലും വഴി തെറ്റലും ഒരു ഫർദാണ്. ഉംറന്റെ ഒരു നിബന്ധനയാണ് ആൾക്കാർ വഴിതെറ്റും, അമീർ തെരഞ്ഞു പോകുന്നുള്ളത്. അപ്പൊ എന്നെ അമീറാക്കിയപ്പോ ഞാൻ അവരോട് പറഞ്ഞു, തെരഞ്ഞു പോകാൻ ഞാൻ ഉണ്ടാവില്ല, അതിനെ പറ്റി ഒരു അമീറിനെ വേറെ പിടിച്ചോളി എന്ന് പറഞ്ഞു. അതിന് വേറൊരു അമീർ മൂപ്പരും ഉണ്ട്, രണ്ടാളും സഖാഫിയലാണ്. അല്ലാഹു തആല ചെറുപ്പക്കാരനായ ആ അമീറിനിക്കും എല്ലാവർക്കും, ഞങ്ങൾക്കെല്ലാവർക്കും, ഈ സദസ്സിലുള്ള പലർക്കും ഞാൻ ഒരുപാട് ഉസ്താദുമാരോട് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച സഖാഫികൾ വരെ ഉണ്ട്, ഉസ്താദെ ഒരു വട്ടം പോലും മക്കത്ത് ഞാൻ പോയിട്ടില്ല എന്ന് 1996-ലും 95-ലും 94-ലൊക്കെ സഖാഫിയായി ഇറങ്ങിയ ആലിമീങ്ങൾ അടക്കം പോകാത്തവർ, അല്ലാഹുവേ എല്ലാവർക്കും മഖബൂലായ മബ്റൂറായ ഹജ്ജുകളും ഉംറകളും ചെയ്യാൻ, മഖബൂലും മബ്റൂറുമായ ഹജ്ജുകൾ ഉംറകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ചെന്ന് സ്വലാത്തുകൾ സലാം ധാരാളം ചൊല്ലണം. ഞങ്ങൾക്ക് ആ ഹബീബിനെ കാണണം, യഖദത്തിലും മനാമിലും. വലിയ തൗഫീഖ് നൽകണേ റഹ്മാനെ. മമ്പർത്തപ്പാപ്പ, അവിടുത്തെ ജദ്ദായ ഉപ്പാപ്പയായ റസൂലുള്ളാഹിനെ കണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ച് തീരുമാനിച്ച പോലെ ഞങ്ങളൊന്നും അവിടേക്കൊന്നും എത്തിയിട്ടില്ല. അവരെ മനാഖിബുകൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ അറിയാതെ എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ, അബദ്ധങ്ങൾ വന്നു പോയെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ആ കുട്ടി, പേരക്കുട്ടിന്റെ പേരെന്താ ഉസ്താദേ? ഫാത്തിമ ലുബാബ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാന്റെ ബറക്കത്തുള്ള പേരാണ്. ആ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഉമ്മു അബീഹ എന്ന സ്ഥാനപ്പേരുള്ള ഫാത്തിമ ബീവിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഫാത്തിമ എന്ന പൊന്നുമോളെ രോഗങ്ങൾ ആജിലായ നിലക്ക്, കാമിലായ നിലക്ക് ശിഫയാക്കണേ അല്ലാഹ്. അത് മാത്രമല്ല, മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ, ഉസ്താദിന്റെ ഭാര്യയൊക്കെ മെഡിക്കൽ കോളേജിലാണ്, വലിയ പ്രയാസമാണ്. മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിറ്റായ രോഗിന്റെ കൂടെ കൂട്ടിയിരിക്കുന്ന ആൾക്കാർക്കും വലിയ പ്രയാസമാവും. ഉസ്താദിന്റെ ഭാര്യയും എൻ്റെ ഭാര്യയും, അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും, ഞങ്ങളെല്ലാവരുടെ ഭാര്യമാർക്കും നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് പലരും നല്ല ഭക്ഷണം തന്നിട്ടുണ്ട്, ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ ഭാര്യയും മക്കളും നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞങ്ങളെ വീടുകളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ലോകത്ത് എവിടെ ചെന്നാലും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരുന്ന ആൾക്കാരുണ്ട്. അല്ലാഹുവേ, ഇൽമിന്റെ പേരിലാണ് അത് തരുന്നത്. എന്നെ ഏത് പെരുന്നാക്കും, 2 പെരുന്നാക്കും ഒരു 5000 റുപ്യ അയച്ചു തരും. ഒരാൾ സൗദിയിൽ നിന്ന് റബീഉൽ അവ്വൽ 12-ന് 5000 റുപ്യ അയച്ചു തരും. അതിന്റെ പുറമെ വേറെയും പല സഹായം ചെയ്യും. അയാളെ വാപ്പ മരിച്ചുപോയി, കൊല്ലം ജില്ലക്കാരനാണ്, നിസാറുദ്ദീനാണ്. അയാളെ വാപ്പ മരിച്ചുപോയി, അയാളെ ഉമ്മാക്ക് എന്തോ ഒരു സോക്കറുണ്ട് എന്ന് പറയുന്നു. അല്ലാഹുവേ,
ഖൈറായ അവസ്ഥയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അങ്ങനെ ഈ മജ്ലിസിൽ വരുന്നവർ ഒരുപാട് ആൾക്കാർ ദുആർക്കാൻ പറഞ്ഞവരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണാൻ വേണ്ടി കൊതിച്ചു കൊണ്ടുവരുന്നവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും മൗത്തിന്റെ നേരത്ത് ഇബ്ലീസ് ഞങ്ങളെ പഴപ്പിക്കാൻ വരുന്ന സമയത്ത് ഔലിയാക്കളുടെ നേതാക്കന്മാരെ നേതാവായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടിട്ട് ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലി തൗഹീദിന്റെ കലിമത്ത് റാഹത്തോടെ ചൊല്ലിയിട്ട് ബദരീങ്ങളെ കണ്ടിട്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ കയ്യും കാലും മുറിക്കപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഉസ്താദിന്റെ പേരക്കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മകളെ 2 പേരക്കുട്ടികളെ പറ്റി ഞാൻ ഓർത്തുപോയി. എല്ലാ ചെറിയ പൈതം മക്കൾക്കും അവർക്ക് ആശുപത്രിയിൽ ചെന്നാൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടും ഗ്ലൂക്കോസ് കുത്തിയിട്ടും ഞാൻ കുറച്ച് ദിവസം എന്റെ ഭാര്യ MES ഉണ്ടായ സമയത്ത് എനിക്കറിയാം. കുട്ടികളെ വാർഡിന്റെ മുമ്പിൽ കൂടി പോകുമ്പോ തന്നെ വലിയ സങ്കടമാണ്. കാരണം കരച്ചിൽ, ചെറിയ പൈതം മക്കളെ കരച്ചിൽ കേൾക്കാൻ വയ്യ. ആ കുട്ടികൾക്കൊക്കെ ഉസ്താദിന്റെ പേരക്കുട്ടിക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് ഡിസ്ചാർജ് ആകാനും പെട്ടെന്ന് ശിഫ കിട്ടാനും പെട്ടെന്ന് റാഹത്തിലേക്ക് മടങ്ങാനും തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളൊന്നും ആശുപത്രിയിൽ ഇട്ടിട്ട് ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ആരെയും പേരമക്കളെയോ മരുമക്കളെയോ ബന്ധപ്പെട്ടവരെയോ ഞങ്ങളെ ഈ മജ്ലിസിൽ വരുന്നവരെയോ സിദ്ദീഖിയ മജ്ലിസിൽ വരുന്ന ആരെയും ആശുപത്രിയിലിട്ട് കഷ്ടപ്പെടുത്തരുതേ റഹ്മാനെ. 14 ശുഹദാക്കളെ പേര് പറഞ്ഞിട്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. ബദറിൽ 14 ആളാണ് ഷഹീദായത്. എല്ലാവരും റളിയല്ലാഹു ചൊല്ലണം. بمنشهد بعبيدة وبمهجع ومعبد وكذا بصفوان معي عوف وسعد ثم يزيد الأشجع عنهم رضا قدوس منك إلهنا عجل بفتح منك يا رحماننا وبذي الشمالين الجري وعميرهم نجل الحمام وحارثة وعميرهم وبرافع وبعاقل بن بكيرهم عنهم رضاؤك يا سلام إلهنا عجل بفتح منك يا رحماننا. شيخنا كنية أستاذ أستاذاയ നാലകത്ത് മരക്കാർ ഉസ്താദ് 14ാമത്തെ ഷഹീദിനെ എണ്ണുകയാണ്. ആരാണ് 14ാമത്തെ ഷഹീദ്? സയ്യിദുനാ മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ അൽ ഔസി അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ബിമുബശ്ശിരിൻ ഖദ് സ്വറ കുല്ലും മുശ്ഹദാ വബിഹംസത്തിൻ അമ്മിൻ നബി വഉസ്ഇദാ വബിസൈദിൻ المثلث مولى أحمدا يا مؤمن ارضى عن الجميع إلهنا عجل بفتح منك يا رحماننا آمين عجل بفتح منك يا رحماننا عجل بنصر منك يا رحماننا عجل شفاء منك يا رحماننا عجل خلاصا منك يا رحماننا. തിരൂരങ്ങാടിയിലെ ബാപ്പുസ്താദ് ബദരീങ്ങളെ വിളിക്കുകയാണ്. യാ സാദത്തൽ ബദരി സലാമു അലൈക്കും نرجو الغياث ونحتمي بهماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. PCH മുഹമ്മദ് കുട്ടി സഖാഫി ഉസ്താദിന്റെ ബാപ്പാന്റെ വാപ്പയാണ് തമീം മുസ്ലിയാർ. അവരെ പേരാണ് അവരെ കുട്ടിക്ക് പേരിട്ടിട്ടുള്ളത് ത്വാഹ തമീം. ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ PCH ഉസ്താദിന്റെ ഉപ്പാപ്പയായ തമീം ഉസ്താദിന്റെ കൂടെ സൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ കൂടെ ഷാഫിഈ ഇമാമിന്റെ കൂടെ സുയൂത്തി ഇമാമിന്റെ കൂടെ നവവി ഇമാമിന്റെ കൂടെ റബ്ബന ഗഫിർ ലനാ
ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم. حسين رضي الله عنه